എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ ശബ്ദം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കരങ്ങളൊന്ന് ഉയർത്തി ചില മിനിറ്റുകൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ഈ ഭാഗത്തെ ഒന്ന് 2 ലൈറ്റെങ്കിലും ഒന്ന് ഓഫ് ചെയ്ത് സഹായിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. സംസാരിക്കുമ്പോൾ ഈച്ചയുടെ ശല്യം ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നത് കൊണ്ടൊന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ഈ രാത്രി ഇവിടെ ഒരു യുദ്ധം നടക്കുന്ന രാത്രിയാണ്. ഇത് മതത്തിനെതിരായിട്ടോ സംഘടനകൾക്കെതിരായിട്ടോ നടത്തുന്ന യുദ്ധമല്ല. യേശുവിൻ്റെ ചോര കൊണ്ട് കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ സാത്താനോടും അവൻ്റെ സംഘത്തോടും നടത്തുന്ന പോരാട്ടമാണ് സുവിശേഷ പ്രസംഗം. സ്തോത്രം. പ്ലീസ് ഈ ഭാഗത്തെ ലൈറ്റ് ഓൺ ചെയ്യുക. ഈ ഭാഗത്തെ ലൈറ്റ് മാത്രം കെടുത്തിയാൽ മതിയായിരിക്കും. ആ ഭാഗത്തെ ലൈറ്റ് ഓൺ ചെയ്താൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവജനം പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. കാരണം ഒരു സുവിശേഷ യോഗത്തിൻ്റെ പുറകിൽ അതിശക്തമായ ദൈവസാന്നിധ്യം വ്യാപരിച്ചാൽ ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മാക്കൾ വിടുവിക്കപ്പെടത്തക്ക വിധം ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല, ഈ ശബ്ദവാഹിനിയുടെ ശബ്ദപരിധിക്കുള്ളിൽ മുഴുവൻ ദൈവശക്തി വ്യാപരിക്കണം. ദൈവജനം ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. ഒരു വാ പോലും ഇന്ന് രാത്രി ഇവിടെ അടഞ്ഞിരിക്കരുത്. കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ഇന്ന് രാത്രി ഇവിടെ രോഗികൾ സൗഖ്യമാകണം. നിങ്ങൾക്കറിയാം, ഒരു സുവിശേഷ യോഗത്തിൻ്റെ പുറകിലെ അധ്വാനം, ഈ പ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകുന്ന ബഹുമാന്യായ ഫസേസി തോമസ് അവറുകളോടും സഹപ്രവർത്തകരോടും ചോദിച്ചാൽ അറിയാം എത്രമാത്രം കഠിനാധ്വാനം ചെയ്താണ് ഇതുപോലൊരു യോഗം സംഘടിപ്പിക്കുന്നത്. എന്നാൽ അതിന് പുറകിൽ ദൈവശക്തി വ്യാപരിച്ചില്ലെങ്കിൽ ആ അധ്വാനമെല്ലാം നഷ്ടമാണ്, നേട്ടമല്ല. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ രാത്രി ഈ ശബ്ദവാഹിനിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കത്തക്ക വിധം എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കുന്ന രാത്രിയാണ്. ഞാൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ പറയട്ടെ, ആരോഗ്യത്തോടെ ആയുസ്സിനെതിരെ വന്ന അനർത്ഥങ്ങളെ ഒഴിവാക്കി ഒരു വചന കേൾവിക്കൂടെ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് തിരിച്ചറിയുന്ന എത്ര പേർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചിട്ടുള്ള പല മാറ്റങ്ങളെയും നമ്മൾ പരിശോധിച്ചാൽ ആരോഗ്യത്തോടെ ഇന്ന് ഈ ഭൂതലത്തിൽ കാണേണ്ടതല്ല. എന്നാൽ അതിന് നടുവിലൊക്കെ ദൈവം നൽകിയ സുരക്ഷിതത്വത്തെ ഒന്ന് ധ്യാനിച്ചാൽ നന്ദി കർത്താവേ എന്ന് പറയത്തക്ക വിധത്തിൽ നമ്മുടെ ആയുസ്സിന്മേൽ ദൈവം നൽകിയ കരുതൽ ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം അർപ്പിക്കുവാനായിട്ട് കഴിയണം. ക്ഷണം ചിത്തം ക്ഷണം വിത്തം ക്ഷണം ജീവനുമാനിയ യമസ്യ കരുണാ നാസ്തി ധർമ്മസ്യ ത്വരിതാഗതി എന്ന ശ്രദ്ധേയമായ ഒരു സംസ്കൃത ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നു. ക്ഷണം ചിത്തം, ക്ഷണമാണ്, ക്ഷണികമാണ് മാനസികാവസ്ഥ. മനുഷ്യൻ്റെ മനസ്സ് ചാഞ്ചല്യമുള്ളതാണ്. ക്ഷണം വിത്തം, പണം പറന്നു പോകുന്നതാണ്. സ്തോത്രം. കാലന് കരുണ എന്നൊന്നില്ല, കാലന് കരുണയേയില്ല. ഏത് സമയവും പ്രതീക്ഷിക്കാത്ത അതിഥിയെപ്പോലെ മരണം നിങ്ങളുടെ അടുക്കലെത്തും. ഇടത്തും വലത്തുമുള്ളവർ മരിച്ചു വീഴുമ്പോഴും ഞാൻ മാത്രം ചിരഞ്ജീവിയായി ഇവിടെ തുടരും എന്ന് മനുഷ്യൻ മിഥ്യാബോധത്തിൽ ധരിക്കുന്നു. ഞാനും നിങ്ങളും ആ പാതയിലാണെന്ന് തിരിച്ചറിയുക. എന്നാൽ അതിന് നടുവിൽ കവി പറയുന്നു, എത്രയും വേഗം ധർമ്മം ചെയ്ത് മോക്ഷം പ്രാപിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ രാത്രി ഈ ദൂതിൻ്റെ സാരാംശ സത്യം അതാണ്. ചില പ്രിയപ്പെട്ടവരെ സ്വർഗം ഇന്ന് രാത്രി നിത്യതയ്ക്കായി ഒരുക്കുന്ന രാത്രിയാകട്ടെ. ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ. ചില മിനിറ്റുകൾ നിങ്ങൾക്ക് പ്രാരംഭ സമയം തന്നെ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ ഞാൻ സമയം വേർതിരിക്കുകയാണ്. ഈ ഗ്രൗണ്ടിൽ യേശുവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. കത്തി തൊടാതെ ശസ്ത്രക്രിയ നടത്താൻ കഴിവുള്ള ദൈവപുത്രന്റെ കരം ഈ ഗ്രൗണ്ടിൽ ബലത്തോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ശരീരങ്ങളുടെ മേൽ അവകാശവാദം ചെയ്തിരിക്കുന്ന രോഗത്തിന്റെ ബന്ധനങ്ങൾ ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ കരത്തിന് അഴിച്ചു മാറ്റാൻ കഴിയും. അത് ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല, ഈ ശബ്ദവാഹിനിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ആ ജീവന്റെ ശക്തി വ്യാപരിക്കും. ഞാൻ ആത്മാവിൽ കാണുന്നു, സ്വർഗം ഇതിന് മീതെ തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇവിടെ കുനിഞ്ഞു നോക്കുന്ന രാത്രിയാണ്. സ്തോത്രം.
ഒരു അനുഗ്രഹീതയായ സഹോദരി അവളുടെ സാക്ഷ്യം ഇങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്. സിംഗപ്പൂരിൽ അവൾ ഒരു നേഴ്സായി ജോലി ചെയ്യുകയാണ്. യേശു ഇന്ന് രാത്രിയും അത്ഭുതം ചെയ്യും എന്ന് ഒരു വാക്കിലൊന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ സഹോദരി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വിശ്രമ സ്ഥലത്തേക്ക് മടങ്ങാൻ വഴി ക്രോസ് ചെയ്യുന്ന സമയം എതിർവശത്തൂടെ പാഞ്ഞു വന്ന ഒരു കാറ് അവളെ ഇടിച്ചു തെറിപ്പിച്ചു. ഇടിയേറ്റ് തെറിച്ചു വീണ അവൾ ഹോസ്പിറ്റലിലേക്ക് സ്ട്രെച്ചറിൽ മടങ്ങിച്ചെന്ന് നിരവധി ഓപ്പറേഷനുകൾക്ക് വിധേയമായി. 18ഓളം ഓപ്പറേഷനുകൾ നടന്നു. ആ നിലകളിൽ ശരീരം തകർന്നുപോയി. എന്തിന്? ദൈവത്തിന് സ്തോത്രം. അവസാനമായി അവൾ നാട്ടിലെത്തി. അതികലശലായ തലവേദന കൊണ്ട് തല പൊട്ടിക്കീറിപ്പോകുന്നത് പോലെയുള്ള പ്രതീതി അവൾക്ക് തോന്നുകയാണ്. സാധാരണ വിധത്തിൽ സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ എഴുന്നേറ്റ് ജനനഴിയിൽ പിടിച്ച് താഴേക്ക് തൂങ്ങി നിന്ന് അവൾ കടിച്ചു പിടിച്ച് ആ വേദന സഹിക്കുമായിരുന്നു. അന്നൊരിക്കൽ ജോൺ ഓസ്റ്റിൻ എന്നൊരു കർത്തൃദാസൻ പ്രസംഗിക്കുമ്പോൾ പ്രസംഗ ഗ്രൗണ്ടിലേക്ക് ഈ സഹോദരി എത്തി. അവിടെ ഒരു വചനം ഇങ്ങനെ ഉയർന്നു. ആ വചനം ഇതാണ്: അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് നീ വിശ്വസിച്ചാൽ നിന്റെ ശരീരത്തിൽ തൊടാതെ ആ ശസ്ത്രക്രിയ നടക്കും. ഞാൻ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഒരിക്കൽ കൂടെ വിളിച്ചു പറയുന്നു, വിശ്വസിക്കാൻ വ്യക്തികളുണ്ടെങ്കിൽ നിന്നെ സൗഖ്യമാക്കാൻ കഴിവുള്ള യേശുവിന്റെ കരം ഇതിനകത്ത് ഉയരുന്നുണ്ട്. അവളുടെ മുറിവുള്ള ഭാഗത്ത്, പഴയ സ്റ്റിച്ചിട്ട തടിച്ച ഭാഗത്ത്, അവളുടെ നെറ്റിത്തടത്തോട് ചേർന്നുള്ള ഭാഗത്ത് അതിവേദന അനുഭവിക്കുന്ന തലവേദനയിൽ കൈവച്ച് അവൾ പ്രാർത്ഥിച്ചു, അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൾ ഇത് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി. രാത്രിയിൽ വീട്ടിൽ ഗാഠമായി ഉറങ്ങുമ്പോൾ അറിയാതെ ആ പഴയ സ്റ്റിച്ചസിന്റെ തടിപ്പിൽ ചൊറിയാൻ തുടങ്ങി. ആ ചൊറിച്ചിലിൽ ബ്ലീഡ് ചെയ്യുന്നത് പോലെ തോന്നി. അവളുടെ കയ്യിൽ എന്തോ തടയുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ എഴുന്നേറ്റ് കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ തലയ്ക്കകത്ത് കയറിപ്പോയ ഒരു ഗ്ലാസ് കഷണം കത്തി തൊടാതെ സർവശക്തൻ പുറത്തെടുത്ത് അത് പുറത്ത് വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നൊരിക്കലും ആ തലവേദന അവളെ അലട്ടിയിട്ടില്ല. ഇന്ന് രാത്രി പറയട്ടെ, ആ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഇന്ന് രാത്രി ഈ യോഗത്തിലെത്തിയിട്ടുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ രോഗത്തെ അഴിച്ചെടുക്കാൻ യേശുവിന് ശക്തിയുണ്ട്. എല്ലാ കൃപ ലഭിച്ച ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ നാവിൽ നിന്നും യേശുവേ എന്നുള്ള ശബ്ദം ഉയരണം. മടിക്കണ്ട. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാതെ ശബ്ദം ഉയർത്തി യേശുവേ എന്ന ഒരു ശബ്ദം നിങ്ങളുടെ നാവിൽ നിന്നും ഇന്ന് രാത്രി ഉയരട്ടെ. എന്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാർ ആ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, ലജ്ജ കൂടാതെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്. മാതാപിതാക്കൾ മക്കൾക്ക് പേര് കൊടുക്കുമ്പോൾ ആ പേര് അപ്പനും അമ്മയും ഒരുമിച്ച് ആലോചിച്ചിടുന്ന പേരാണ്. എന്നാൽ യേശു എന്ന പേര് ജോസേഫും മറിയയും ഒരുമിച്ച് ആലോചിച്ചിട്ട പേരല്ല. അത് മണ്ണിൽ ഉടലെടുത്ത നാമമല്ല, അത് വിണ്ണിൽ ഉടലെടുത്ത നാമമാണെങ്കിൽ ഇന്ന് രാത്രി ദൈവശക്തിയുടെ ജീവന്റെ മേൽ വ്യാപരിക്കട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവന്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുന്നവന്റെ നാമത്തിൽ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും സ്വർഗം കീറി ഇറങ്ങി വരുന്ന ദൈവപുത്രന്റെ കരത്താൽ അടയാളത്തോടു കൂടിയ ഒരു ദൈവപ്രവൃത്തി ഈ ഗ്രൗണ്ടിൽ സംഭവിക്കുവാൻ ഈ രാത്രി യോഗത്തെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ കൈമാറുന്നു. കൈയേറ്റത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആ വേദപുസ്തകം കരങ്ങളിലൊന്ന് ഉയർത്തി ദൈവത്തിന് മഹത്വമർപ്പിക്കാമോ? എല്ലാ ദൈവമക്കളും കൂടെ പുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇതുമായി രാത്രി യോഗത്തിന് വരാൻ ദൈവം കൃപ തന്നതോർത്ത് എത്രത്തോളം ശബ്ദമുയർത്താമോ അത്രത്തോളം ശബ്ദമുയർത്തി ഉച്ച സ്വരത്തിൽ ദൈവത്തിന് മഹത്വമർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം തുറക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ ഉച്ചഭാഷണയുടെ സഹായത്തോടുകൂടെ പ്രിയപ്പെട്ടവർ വായിച്ച് സഹായിക്കും. തികച്ചും പ്രാർത്ഥനാപൂർവം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് ആഴത്തിൽ ഇടപെടട്ടെ. ശ്രദ്ധ. ഞാൻ നോക്കി വേദപുസ്തകത്തിൽ അങ്ങനായാൽ എങ്ങനാകും വിധിയുടെ സ്വഭാവം?
നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്തോത്രം. വിധി നടക്കുന്നതിന്റെ തലയ രാത്രിയിൽ ഒരു പ്രതി സ്വാഭാവികമായി മരിച്ചാൽ ഇവിടുത്തെ വിധിയുടെ സ്വഭാവം എന്താകും? നിയമം അറിയാവുന്നവരോട് ചോദിക്കണം. ഇവിടുത്തെ വിധി നിയമപരമായി അസാധുവാകും. എന്നാൽ സ്വർഗത്തിന്റെ കോടതി കൂടുന്നതിന് മുൻപ് ഏത് പ്രതി എങ്ങനെ മരിച്ചാലും, അത് കിണറ്റിച്ചാടി ചത്താലും, വിഷം കുടിച്ച് ചത്താലും, റെയിൽവേ ട്രാക്കിൽ തലവെച്ച് ചത്താലും, തൂങ്ങിച്ചത്താലും, മരണം കൊണ്ട് വിധി മാറ്റിവെക്കാതെ പുനരുത്ഥാനം എന്ന പ്രക്രിയയിലൂടെ ഈ ഡെഡ് ബോഡിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് കണക്ക് തീർക്കാതെ അടങ്ങിയിരിക്കാത്ത ഒരു ജഡ്ജി ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവാണ്. മാനവ കുലത്തിന്റെ സുപ്രീം ജഡ്ജി ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശു. രാത്രി നിങ്ങൾ ശ്രദ്ധിക്കണം. വേദപുസ്തകത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയം മറ്റൊരിടത്തുമില്ല. 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ ബൈബിൾ ഏറ്റവും പ്രാധാന്യത്തോടെ നൽകുന്ന സബ്ജക്റ്റാണ് ദൈവത്തിന്റെ കോടതി എന്ന സബ്ജക്റ്റ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം നിഖ്യാ വിശ്വാസ പ്രമാണം അറിയാൻ വയ്യാത്ത സുറിയാനി ക്രൈസ്തവരാരും എന്റെ കേൾവിക്കാരിലില്ല. നിഖ്യാ വിശ്വാസ പ്രമാണത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എവിടെയാണ്? ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും, പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും, ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും, സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും, സർവ്വ സൃഷ്ടിക്കും മുഖാന്തരമായവനും, മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ കന്യമറിയാമിൽ ജഡം ധരിച്ച് പൊന്തിയോസ് പീലാത്തോസ് നാളുകളിൽ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട തിരികിത പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി. അടുത്ത പ്രയോഗം ശ്രദ്ധിക്കണം. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ വരുവാനിരിക്കുന്ന യേശു കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ക്രൈസ്തവ ലോകം ഏറ്റുചൊല്ലുമ്പോൾ ഞങ്ങൾ അവനെ കാത്തിരിക്കുന്നു എന്ന് പറയാൻ വിളിക്കപ്പെട്ടവരാണ് എന്റെ മുൻപിൽ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ. ഇത് കളിയല്ല, ഇത് ഡാക്കിനി അമ്മൂമ്മയുടെ കഥയല്ല, ഇത് കുഞ്ചിക്കുറുപ്പും പൊന്നമ്മ സൂപ്രണ്ടും ബോബനും മോളിയുമല്ല. ഞാനിവിടെ നിൽക്കുന്നത് സത്യമാണെങ്കിൽ, എന്റെ കൂടപ്പിറപ്പെ നീ ഇവിടെ ഇരിക്കുന്നത് സത്യമാണെങ്കിൽ, സ്വർഗത്തിന്റെ കോടതിയോട്, ദൈവത്തിന്റെ ജുഡീഷ്യറിയോട് ഈ നിൽക്കുന്ന ഞാനും ഈ കേൾക്കുന്ന നീയും കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരുന്നു. ഏൽപ്പിച്ച പ്രമാണം എത്രത്തോളം പാലിച്ചു എന്നതിന്, ഏൽപ്പിച്ച ജീവിതം എങ്ങനെ ചിലവഴിച്ചു എന്നതിന് എന്റെ ദൈവത്തിന്റെ കോടതിയോട് കണക്ക് കൊടുക്കേണ്ടവരാണ് ഈ മുൻപിൽ ആമേൻ പറയുന്ന ദൈവമക്കളെങ്കിൽ വളരെ ഗൗരവത്തോടെ കേൾക്കുക. ദൈവത്തിന്റെ കോടതി യാഥാർത്ഥ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ കഴിയുമോ? ഈ കോടതിയുടെ സമയം എപ്പോഴാണ്? 2, ഈ കോടതിയുടെ സ്ഥലം എവിടെയാണ്? 3, ഈ കോടതിയുടെ സുപ്രീം ജഡ്ജി ആരാണ്? 4, ഈ കോടതിയുടെ മുൻപിലെ പ്രതികൾ ആരൊക്കെയാണ്? 5, ഈ കോടതിയുടെ മുൻപിലെ തൊണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണ്? അടുത്തത്, ഈ കോടതിയുടെ നിയമഗ്രന്ഥങ്ങൾ എന്താണ്? ഈ കോടതിയുടെ വിധിയുടെ പരിണിത ഫലം എന്താണ്? ഇന്ന് രാത്രി എന്റെ ശ്രോതാക്കൾ ചെവി തുറന്ന് കേൾക്കണം. നാളെ രാത്രി ഈ വചനം കേൾക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായില്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ നിത്യതയ്ക്കായി ഒരുങ്ങി മാത്രമേ ഈ ഗ്രൗണ്ട് വിട്ട് എഴുന്നേൽക്കാവൂ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തിപരമായി ഇടപെടുന്നു. ഏത് സമയവും പ്രതീക്ഷിക്കാത്ത അതിഥിയെ പോലെ മരണം നിന്റെ കൺമുൻപിലെത്തും. എന്നാൽ നിത്യതയ്ക്കായി വിടുവിക്കപ്പെടാൻ കർത്താവ് ചില വ്യക്തികളെ ഒരുക്കുന്ന രാത്രിയാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. ദൈവം ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ എഴുന്നേൽക്കുന്ന രാത്രിയാണ്. നിങ്ങൾക്കറിയാം, കേരളം കണ്ട ശക്തമായ ഒരു കേസാണ് അഭയ കൊലക്കേസ്. അഭയ കൊലക്കേസിൽ അനീതിയേതാ നീതിയേതാ എന്നൊന്നും പറയാനല്ല ഞാൻ വരുന്നത്. അഭയ കൊലക്കേസിലെ പ്രധാന പ്രതികളായ സിസ്റ്റർ അഭയുടെ കൊലപാതകത്തിന് കാരണക്കാരായ സിസ്റ്റർ സെഫിയെയും ഫാദർ പിതൃക്കലിനെയും ഉൾപ്പെടെയുള്ള പുരോഹിതന്മാരെയും റിമാൻഡിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് എറണാകുളം ഹൈക്കോടതി ജഡ്ജ് ബസ്വന്ത് പുറപ്പെടുവിച്ച ഒരു വിധി പ്രസ്താവനയുടെ പകർപ്പ് മലയാള മനോരമയിൽ വന്ന വാർത്ത എന്റെ കൈകളിലുണ്ട്. അദ്ദേഹം പറഞ്ഞ വാർത്ത കേൾക്കണോ? വാക്കുകൾ കേൾക്കണോ?
ഒരു ദൈവദാസൻ പറഞ്ഞ വാക്കല്ല. എറണാകുളം ഹൈക്കോടതി ജഡ്ജ് ബസ്വന്ത് പുറപ്പെടുവിച്ച വിധി പ്രസ്താവനയിൽ താൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഭൂമിയിൽ നീതി നിറവേറ്റപ്പെട്ടില്ലെങ്കിലും ദൈവത്തിന്റെ കോടതി നീതി നിറവേറ്റുമെന്നോർക്കണം. സത്യം തുറന്നു പറയാൻ ബാധ്യതയുള്ളവർ മൗനം പാലിച്ചാൽ അവസാനം ഇരുൾ മൂടിയ ഇരിപ്പിടമായിരിക്കും നരകത്തിൽ നിങ്ങൾ കൊരുക്കുക എന്നത് മറക്കരുത്. ഇന്ന് രാത്രി അംഗീകരിച്ചാലും അവഗണിച്ചാലും എതിർത്താലും എതിരേറ്റാലും ഒരു സത്യം ഉറപ്പിച്ചു പറയാം: നിന്റെ ജീവിതത്തിൽ ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരുന്നു. ഇന്ന് രാത്രി അതിനായി നീ ഒരുങ്ങിയാൽ നീ ധന്യനാകുന്ന രാത്രിയാണ്. അവഗണിച്ചാൽ ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകമാണ് നിന്നെ കാത്തിരിക്കുന്നതെങ്കിൽ നിന്നെ പോലെ അരിഷ്ടൻ മറ്റാരുമില്ലെന്നും, എന്നാൽ മാറി പുതയ്ക്കാൻ പുതപ്പില്ലെങ്കിലും വെച്ച കഞ്ഞിക്കൊഴിക്കാൻ ഉപ്പില്ലെങ്കിലും എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട് എന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവപൈതൽ ഇവിടെയുണ്ടെങ്കിൽ ഈ രാത്രി നിന്റെ മരണ ദിവസമായാൽ നിന്റെ വിശ്രമം നിന്റെ വീണ്ടെടുപ്പുകാരന്റെ മാർവിലാണെന്ന് ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ ശബ്ദം ഉയർത്തി പറയണം: ദൈവത്തിന്റെ കോടതി യാഥാർത്ഥ്യമാണ്. അത് വെളിപ്പെടുന്ന ദിവസങ്ങൾ വരാൻ തുടങ്ങുന്നു. ഇനി നിങ്ങൾ അല്പ മിനിറ്റുകൾ ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ശ്രദ്ധിക്കണം. ഇന്നത്തെ ആത്മീയത നിത്യതയ്ക്ക് പ്രാധാന്യം നൽകാത്ത ആത്മീയതയാണ്. ഏറ്റവും അപകടകരമായ ഒരു ആത്മീയതയിലേക്ക് ഈ തലമുറ നീങ്ങുകയാണ്. ഈ രാത്രി ഗൗരവമായി നാം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ വൈകാരികമായി ഇക്കിളിക്കിടാൻ ഉണർവ് വിടുതൽ നാടകങ്ങൾ നടത്താനല്ല ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കൂടപ്പിറപ്പെ കണ്ണടഞ്ഞാൽ പാട്ട പോലെ പൊളിഞ്ഞ് മൂക്കിൽ പഞ്ഞി വെക്കുന്ന ഒരു പാട്ടവണ്ടിക്കുള്ള ദൈവകൃപയല്ല ഇന്ന് രാത്രി വ്യാപരിക്കേണ്ടത്. ഇരുത്തി കുലുങ്ങിയാൽ പൊട്ടി വീഴുന്ന ഒരു സിമന്റ് കൂന പ്രാർത്ഥിച്ച് നേടാനല്ല ഈ രാത്രി സുവിശേഷ യോഗം വെച്ചിരിക്കുന്നത്. നിയമം മാറിയാൽ ഭണ്ഡാരത്തിൽ ചേരുന്ന ഒരു തുണ്ട് വസ്തുവിന് വേണ്ടിയല്ല ഈ രാത്രി ശുശ്രൂഷ നടക്കുന്നത്. ഇന്ന് രാത്രി നിന്റെ കണ്ണടഞ്ഞാൽ പറുദീസയിൽ നിന്റെ നിത്യത എത്തണം. അതിന് കണ്ണിൽ അടയുന്നതിന് മുൻപ് ആത്മാവ് നിന്നെ ഒരിക്കൽ കൂടെ ഒരുക്കുന്ന രാത്രിയാണ്. വ്യക്തികളോട് ദൈവാത്മാവ് രാത്രി ശക്തമായി ഇടപെടുകയാണ്. നിങ്ങൾ അറിയണം, പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. 12 അധ്യായമാണുള്ളത്. 1-ാം അധ്യായം പ്രവാസ ചരിത്ര വർണ്ണനയാണ്. 2-ാം അധ്യായം ചതുർവിധ ലോഹനിർമ്മിതമായ ഒരു ബിംബത്തിന്റെ ദർശനമാണ്. 3-ാം അധ്യായം ഒരു വൃക്ഷ ദർശനമാണ്. 4-ാം അധ്യായം ദുരാസമഭൂമിയിൽ നിർത്തിയ ഒരു സ്വർണ്ണ ബിംബത്തിന്റെ വിശദീകരണമാണ്. 5-ാം അധ്യായം ബെൽസസറിന്റെ കൊട്ടാര ഭിത്തിയിൽ വെളിപ്പെടുന്ന ദൈവകോടതിയുടെ കയ്യെഴുത്താണ്. മെനെ മെനെ തെക്കേൽ ഫാർസി എന്ന ദൈവകോടതിയുടെ കയ്യെഴുത്താണ്. 6-ാം അധ്യായം ദാനിയേൽ സിംഹഗുഹയിലാണ്. 7-ാം അധ്യായം 4 വന്യമൃഗങ്ങളുടെ ദർശനമാണ്. 8-ാം അധ്യായം ആട്ടുകൊറ്റൻ കോലാട്ടുകൊറ്റൻ ഈ 2 ജീവികളുടെ രംഗപ്രവേശനത്തിലൂടെ യുഗത്തിന്റെ സന്ധ്യയിൽ എതിർ ക്രിസ്തുവിന്റെ ഭരണം ചരിത്രത്തിൽ എങ്ങനെ ഉത്ഭവിക്കും എന്നതിന്റെ സ്ഥിതിവിവര കണക്കാണ് 8-ാം അധ്യായം. 9-ാം അധ്യായം ചരിത്ര പ്രസിദ്ധമായ 70 ആഴ്ചവട്ടങ്ങളുടെ കണക്കാണ്. 10-ാം അധ്യായം അന്ധകാര ശക്തികളോട് പടപൊരുതേണ്ടതിന് ദൈവത്തിന്റെ ദൂതന്മാർ ആകാശമണ്ഡലത്തിൽ ഇറങ്ങി വരികയും പ്രാർത്ഥിച്ച ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ ഉയർന്ന പാർസി പ്രഭുവിന്റെ ശക്തിയെ ദൈവാത്മാവ് ബന്ധിക്കുന്ന അധ്യായമാണ് 10-ാം അധ്യായം. 11-ാം അധ്യായം എതിർ ക്രിസ്തുവിന്റെ വംശാവലി പരമ്പര പട്ടികയാണ്. 12-ാം അധ്യായം നീയോ ദാനിയേലെ പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞുകൊണ്ട് ദാനിയേലിനെ അന്ത്യയാത്ര അയക്കുകയാണ്. ഇന്ന് ഇറാനിൽ പേർഷ്യൻ രാജാക്കന്മാരുടെ കല്ലറകളുടെ ഇടയിൽ പുരാതന ഭക്തനായ ദാനിയേലിന്റെ കല്ലറ നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഇത് സങ്കല്പമല്ല, ഇത് യാഥാർത്ഥ്യം തന്നെയാണ്. സലാലായിൽ ഇയ്യോബിന്റെ കല്ലറയുള്ളതുപോലെ, മക്കയിൽ മുഹമ്മദ് നബിയുടെ കല്ലറയുള്ളതുപോലെ, മക്കപ്പല ഗുഹയിൽ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ലേയയുടെയും ശവകുടീരങ്ങൾ മക്കപ്പല ഗുഹയിൽ ഉള്ളതുപോലെ, ദൈവത്തിന് സ്തോത്രം, ഇംഗ്ലണ്ടിനെ കിടുകിട വിറപ്പിച്ച രാജാക്കന്മാരുടെ കല്ലറകൾ ഇംഗ്ലണ്ടിലെ വെസ്റ്റ് മിനിസ്റ്റർ ആബയിൽ
ഗാസയിൽ ഉള്ളതുപോലെ ദൈവത്തിന് സ്തോത്രം, നിങ്ങൾക്ക് ഇറാനിൽ പേർഷ്യൻ രാജാക്കന്മാരുടെ കല്ലറകളുടെ ഇടയിൽ സൈറസിന്റെ കല്ലറയോട് ചേർന്ന് പുരാതന ഭക്തനായ ദാനിയേലിന്റെ കല്ലറ കാണാം. ഇന്ന് രാത്രി ഞാൻ പറയുന്ന വസ്തുതകൾക്ക് ചരിത്രം സാക്ഷി എന്ന് പറയാനാണ് ഞാൻ ഈ വന്നത്. ഇനി ഒരു കാര്യം, ഇത് ഇത്രമാത്രം കൃത്യമായി വിശ്വസിക്കാൻ കഴിയുമോ? ഞാനതിന് നിങ്ങളുടെ മുൻപിലേക്ക് ഒരു തെളിവ് നിരത്തിക്കൊണ്ട് ഈ വിഷയത്തെ ചരിത്രപരമായി പ്രാവചനിക സത്യസന്ധതയെ ഒന്ന് ഉറപ്പിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വേദപുസ്തക പ്രവചനവും ഇതര പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. വേദപുസ്തക പ്രവചനത്തിന് ചില പ്രത്യേകതകളുണ്ട്. വേദപുസ്തക പ്രവചനത്തിന് പ്രചോദനം നൽകിയ പ്രവാചകാത്മാവും പ്രചോദന ജീവനുമായി പ്രവചിച്ചു 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 പ്രവചിച്ച് പ്രവചിച്ചതുപോലെ ജനിച്ച് പ്രവചിച്ചതുപോലെ ജീവിച്ച് പ്രവചിച്ചതുപോലെ മരിച്ച് പ്രവചിച്ചതുപോലെ അടക്കപ്പെട്ട് പ്രവചിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ് പ്രവചിച്ചതുപോലെ സ്വർഗാരോഹണം ചെയ്ത് പ്രവചിച്ചതുപോലെ ഇന്ന് രാത്രിയും പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തിനായി മധ്യസ്ഥതയണച്ച് പ്രവചിച്ചതുപോലെ മടങ്ങി വരുന്ന ഒരുവനേ ഉള്ളൂ. അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറയനായ യേശുവാണ്. അവരിലാണ് പ്രവചനങ്ങൾ മുഴുവൻ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ വേദപുസ്തക പ്രവചനങ്ങൾ ഭാവനയല്ല, സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ്. ഇതിൽ ദാനിയേൽ പ്രവചനത്തിന് ഒരു പ്രസക്തി നൽകുന്ന ഭാഗം പറയുമ്പോൾ ഇനിയും ഞാൻ വിശദീകരിക്കാൻ പോകുന്ന വിഷയത്തിന് സത്യസന്ധത എൻ്റെ കേൾവിക്കാർക്ക് ബോധ്യമാകും. നിങ്ങളിൽ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാകാം. ജി കുഞ്ഞികൃഷ്ണൻ നായർ എന്നറിയപ്പെടുന്ന മലയാളം എഴുത്തുകാരൻ എഴുതിയ അലക്സാണ്ടർ എന്ന ശ്രദ്ധേയമായ ഒരു ജീവചരിത്ര ഗ്രന്ഥം. അതിനകത്ത് ഒരു ശ്രദ്ധേയ പടയോട്ടത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അലക്സാണ്ടർ സൈന്യസമേതനായി ഇന്ത്യയിൽ പോറസിനോട് ഏറ്റുമുട്ടിയതിനു ശേഷം തിരിച്ച് കടന്നു പോകുന്ന സമയം ഈജിപ്റ്റ് ആക്രമിക്കേണ്ടതിന് വേണ്ടി പലസ്തീൻ നാടിന്റെ നടുക്കൂടെ കടന്നു പോകേണ്ടതിന് ചരിത്ര പ്രസിദ്ധമായ മെഗിദ്ദോ താഴ്വരയിൽ തമ്പടിച്ചിരിക്കുന്ന രാത്രി, അന്ന് രാത്രി യെരൂശലേം ദൈവാലയത്തിലെ ഒരു മഹാപുരോഹിതനായി സേവനമനുഷ്ഠിക്കുന്ന യാദുവ എന്ന ഒരു പുരോഹിതനൊരു ദർശനമുണ്ടായി. ഞാനൊരു വസ്തുത ഇടയ്ക്ക് തിരികെ കയറ്റി പറയട്ടെ. നാളെ നടത്താൻ ശത്രു നിന്റെ കുടുംബത്തിന് മേൽ ഒരുക്കി വച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ നിന്നെ അറിയിച്ച് അതിനെ ബന്ധിക്കാൻ കഴിവുള്ള ദൈവശക്തി ഇന്ന് രാത്രിയും വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവാത്മാവ് തന്റെ ദാസനോട് ഇങ്ങനെ പറഞ്ഞു, പടിഞ്ഞാറ് നിന്ന് സർവ്വഭൂതലത്തിലും കൂടെ കണ്ണുകൾക്ക് നടുവിൽ ഒറ്റക്കൊമ്പനായി കൊടുങ്കാറ്റ് പോലെ കടന്നു വരുമെന്ന് ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. കോലാട്ടുകൊറ്റൻ നിന്റെ മൂക്കിന്റെ കീഴിലെത്തിക്കഴിഞ്ഞു. നാളെ പ്രഭാതത്തിൽ വെള്ളിച്ചണ്ടകൾ അടിച്ചു പാട്ടുപാടി നേരെ ദേവാലയത്തിൽ നിന്ന് അവൻ തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്തെത്തിച്ചേർന്നിട്ട് അവന്റെ അപ്പൻ വല്യപ്പൻ ഇവർ ജനിക്കും മുൻപ് അവന്റെ ഭാവിയെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകം ഇവിടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയാൽ അവൻ ഈ നാട് ആക്രമിക്കാതെ പിന്മാറും. ദൈവിക നിയോഗമോർത്തിയാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. എന്തിനേറെ രാവിലെ സമയം യാദുവ എന്ന ഈ മഹാപുരോഹിതൻ താമ്രമണി, പീതരത്നം, വജ്രം, ഗോമേതകം, നീലക്കല്ല്, മാണിക്യം, മരതകം, വൈഢൂര്യം എന്നിത്യാദി രത്നങ്ങൾ നിറഞ്ഞ തങ്കപ്പതക്കത്തിന്റെ സ്വർണ്ണലലാടത്തിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് കുറിച്ച ആ പ്രത്യേക വർണ്ണഞ്ചിത വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് യാഗപീഠത്തിൽ നിന്നുള്ള ഉച്ഛിഷ്ടമിച്ഛിഷ്ടങ്ങൾ കഴുകിയൊഴിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഒലിപ്പ് തോടായ കിദ്രോൻ തോട് കുറുക മുറിച്ച് താഴെ ചരിത്ര പ്രസിദ്ധമായ അതേ മെഗിദ്ദോ താഴ്വരയിലേക്ക് ഗായക സംഘം പോലെ ശുശ്രൂഷകന്മാരെ കൂടെ കൂട്ടി ഇറങ്ങി ചെല്ലുകയാണ്. അലക്സാണ്ടർ ചക്രവർത്തി ദൂരെ നോക്കിയപ്പോൾ ഒരു സൈന്യം വരുന്നത് പോലെ തോന്നി. ചരിത്ര പ്രസിദ്ധമായി തന്നെ കുതിരപ്പുറത്ത് കയറിയിരുന്ന യുദ്ധസന്നദ്ധനായി. പക്ഷെ അടുത്തു വന്നപ്പോൾ മനസ്സിലായി അത് സൈന്യമല്ല, അതൊരു ഗായക സംഘമാണെന്ന്. ആ സംഘം അദ്ദേഹത്തിന്റെ മുൻപിൽ വന്നു നിന്ന ഉടൻ തന്നെ അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി മുട്ടുകുത്തി ഇദ്ദേഹത്തെ നമസ്കരിച്ചു. അപ്പോ കൂടെയുണ്ടായിരുന്ന സൈന്യാധിപന്മാർ ലിസിമാക്കസ്, കിസാൻഡ്രസ്, സെലൂക്കസ്, ടോളമി എന്നിവർ ചോദിച്ചു, അങ്ങെന്തിനാ ഈ മനുഷ്യനെ നമസ്കരിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേൾക്കണോ, ഞാൻ ഇദ്ദേഹത്തെ അല്ല നമസ്കരിച്ചത്, ഇദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ പതിച്ചിരിക്കുന്ന തങ്കലലാടത്തിൽ കുറിച്ചിരിക്കുന്ന യഹോവയ്ക്ക് വിശുദ്ധം എന്ന പ്രയോഗത്തിന്റെ പുറകിൽ ഒരു ദേവനുണ്ട്, ആ ദേവനെയാണ് ഞാൻ നമസ്കരിച്ചത്. സ്തോത്രം. അപ്പോൾ യാദുവ പറഞ്ഞു, അങ്ങ് ജനിക്കുന്നതിന് മുൻപ് അങ്ങയുടെ അപ്പൻ
അപ്പനും വല്യപ്പനും അപ്പൂപ്പനും ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപ് അങ്ങയുടെ ഭാവി എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാനിന്ന് രാത്രി ഈ ദൈവദാസന്മാരോട് ഉൾപ്പെടെയുള്ള സഹസ്രനോട് ചോദിക്കട്ടെ, നമ്മുടെ അപ്പനും വല്യപ്പനും അപ്പൂപ്പനും ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ ഭാവി എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകം അങ്ങ് ഉഗാണ്ടായിലുണ്ടെന്ന് പറഞ്ഞാൽ തറവാട് വിറ്റാന്നേലും വേണ്ടുകര അവിടെ പോയി അതിന്റെ പേജ് ഒന്ന് വായിച്ച് കേൾക്കാൻ ആരാഗ്രഹിക്കാത്തത്? അലക്സാണ്ടർ ചക്രവർത്തി എത്രയധികം അദ്ദേഹം അത്ഭുതപരതന്ത്രനായി ഈ ചെറിയ ഗ്രൂപ്പിനോടൊപ്പം ദേവാലയത്തിന് നടുമുറ്റത്തെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചാനയിച്ചൊരു പീഠത്തിൽ ഇരുത്തിയതിനു ശേഷം വിശുദ്ധ സ്ഥലത്തേക്ക് ചെന്നൊരു പേടകം തുറന്ന് അതിൽ നിന്ന് ദാനിയേൽ പ്രവാചകന്റെ ഈ പുസ്തകം എടുത്തുകൊണ്ടുവന്ന് തുറന്നങ്ങോട്ട് വായിച്ചു കേൾപ്പിച്ചു. പടിഞ്ഞാറ് നിന്ന് ഗ്രീസിൽ നിന്ന് ഒറ്റക്കൊമ്പനായി ഒരു ഏകാധിപതി, 2 കൊമ്പുള്ള മേദ്യ പാർസ്യൻ സൈന്യത്തിന്റെ ഒടുവിലത്തെ ഭരണാധികാരിയെ ഒരു നദീ തീരത്ത് വെച്ച് ചവിട്ടി തകർത്ത് വിജയമാഘോഷിക്കും. നിങ്ങൾക്കറിയാമോ, ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി ദേവാലയത്തെ നോക്കി വീണ്ടും നമസ്കരിച്ചു. കാരണം അദ്ദേഹം പറഞ്ഞ വാക്കിങ്ങനെയാണ്: ഒരാഴ്ച മുമ്പ് സിറിയയിലെ അർബല്ലയിൽ വെച്ച് ഗാനിക്കസ് നദീതീരത്തെ യുദ്ധത്തിൽ വെച്ച് മേദ്യപാർസ്യ സൈന്യത്തിന്റെ ഒടുവിലത്തെ ഭരണാധികാരിയായ ദാരിയൂസിനെ കുതിരപ്പുറത്ത് നിന്ന് നിലത്ത് തള്ളിയിട്ട് ഷൂസിട്ട കാലുകൊണ്ട് നെഞ്ചിൽ ചവിട്ടി വിജയമാഘോഷിച്ച കഴിഞ്ഞ ആഴ്ചത്തെ ചരിത്രം എന്റെ വല്യപ്പൻ ജനിക്കുന്നതിന് മുൻപ് എഴുതി വെച്ച പുസ്തകം സാധാരണ പുസ്തകമല്ല. ഈ രാത്രി കൃപ പ്രാപിച്ച ദൈവപൈതലേ, ഇതിന്റെ അതുല്യത ഓർത്താൽ ഇന്ന് രാത്രി നൃത്തം ചെയ്ത ദൈവത്തെ ആരാധിക്കണം. നമ്മുടെ കയ്യിലിരിക്കുന്ന ജീവന്റെ വചനത്തിന്റെ ദിവ്യത്വം ഓർത്ത് ദൈവമക്കൾ ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തണം. അലക്സാണ്ടർ ചക്രവർത്തി ചോദിച്ചു, അല്ല, എന്റെ ഭാവിയെ കുറിച്ച് വല്ലതും അതിനകത്തുണ്ടോ? അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തിയോട് പറഞ്ഞു, താങ്കളുടെ ഭാവിയെ കുറിച്ചുണ്ട്. വായിച്ചങ്ങോട്ട് കൽപ്പിച്ചു. അവൻ വാണിരുന്നത് പോലെയല്ല, അവന്റെ രാജ്യം ആകാശത്തിലെ 4 കാറ്റുകൾക്ക് നേരെ നിർമൂലമായി. അവന്റെ ബലത്തിന്റെ ഉച്ചസ്ഥാവസ്ഥയിൽ അവനല്ല, അവന്റെ രക്തബന്ധത്തിൽപ്പെട്ടവർക്കല്ല, അന്യരുടെ കൈകളിൽ അമർന്നു പോകും. അങ്ങനെയാണെങ്കിൽ മരണം യൗവനത്തിന്റെ നടുമുറിയിൽ നടക്കും. അധികാരം രക്തബന്ധങ്ങളുടെ കൈകളിൽ കിട്ടില്ല. ആ സമയത്തെ മരണമായിരിക്കും. ഇതുകൊണ്ട് അന്ന് മുതൽ ഒരു യഹൂദ റബി സംഘത്തെ തന്റെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി സജ്ജീകരണം ചെയ്തു അലക്സാണ്ടർ എന്നാണ് പറയുക. നിങ്ങൾക്കറിയാമോ അലക്സാണ്ടറിന്റെ മരണം നടക്കുന്ന രാത്രി സംഭവിച്ചത്? അലക്സാണ്ടറിന്റെ മരണം നടക്കുന്ന രാത്രി പനിനീർക്കുളത്തിൽ കുളിച്ചു കയറിയ അദ്ദേഹം ജ്വരബാധിതനായി മരിച്ചു എന്നും ലക്ഷ്യബോധത്തോടെ അദ്ദേഹത്തിന് വിഷം കൊടുത്തു എന്നും 2 പഠനങ്ങളുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ മരണം നടക്കുമ്പോൾ മരണത്തിന് 3 പിന്തുടർച്ചക്കാരുണ്ട്. 1 അദ്ദേഹത്തിന്റെ മകൻ, 2 അദ്ദേഹത്തിന്റെ സഹോദരൻ, 3 അദ്ദേഹത്തിന്റെ അർത്ഥ സഹോദരൻ. രഹസ്യമായി മറ്റൊരാളുണ്ട്, അദ്ദേഹത്തിന്റെ ഇല്ലീഗലായ പുത്രൻ. എന്നാൽ നിങ്ങൾക്കറിയാമോ, മരണം നടന്ന രാത്രി അദ്ദേഹത്തിന്റെ മകനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും അദ്ദേഹത്തിന്റെ അർത്ഥ സഹോദരനെയും അദ്ദേഹത്തിന്റെ ഇല്ലീഗലായ പുത്രനെയും 3 പേരെയും സൈന്യാധിപന്മാർ 4 പേരും കൂടെ കൊന്നതിന് ശേഷം രാജ്യം 4ആയി വിഭജിച്ചെടുത്തപ്പോൾ ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിൽ അവന്റെ രക്തബന്ധങ്ങളുടെ കൈകളിൽ ഭരണത്തിന്റെ പിന്തുടർച്ച അമരില്ലെന്ന് എഴുതിയത് സത്യമായി സംഭവിച്ചെങ്കിൽ ആ പുസ്തകം പറയുന്നു ഒരു കോടതി ഉയരത്തിലുണ്ട്. അത് സത്യമായിരിക്കുകയാണ്. അവഗണിച്ചാലും പരിഗണിച്ചാലും ഉറപ്പോടെ കേൾക്കുക എന്റെ ദൈവത്തിന്റെ ജുഡീഷ്യറി. ദൈവത്തിന് സ്തോത്രം. രാത്രി എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണേ, മലയാള ഭാഷയിൽ ഭാഷാ പ്രയോഗത്തിന് വിഭജനാർത്ഥമുണ്ട്. മലയാളം തന്നെ വിഭജനാർത്ഥമുള്ള പ്രയോഗമാണ്. മലൈ അധികം ആഴം സമം മലയാളം. മലയ്ക്ക് ശേഷമുള്ള ആഴമായ പ്രതലം, അതാണ് മലയാളം. മലൈ അധികം കര സമം മലങ്കര. മലയ്ക്ക് ശേഷമുള്ള കര മലങ്കര. കേര അധികം അളം സമം കേരളം. കേരവൃക്ഷങ്ങൾ കൂട്ടമായി വളരുന്ന തടമാണ് കേരളം. സ്തോത്രം. അപ്പോ അങ്ങനെ അങ്ങോട്ട് പഠിച്ചാൽ സംസ്കൃതത്തോട് വളരെ അടുപ്പമുള്ള ഭാഷയാണ് മലയാളം. മലയാളത്തിനകത്തെ ഭാഷാ പ്രയോഗങ്ങളിൽ പലതിന്റെ അർത്ഥം ഇന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ഓർക്കുക, മരണം തീരുക, രണം യുദ്ധം. മരണം യുദ്ധം തീരുക. കണ്ടോ അച്ചായ നീണ്ട് നിവർന്ന പെട്ടിക്കകത്ത് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ മനസ്സിലാകും യുദ്ധം തീർന്ന് കിടക്കുകയാണ്.
എന്താ വിവാഹം? വിശുദ്ധം, വിശേഷത. വാഹനം, വിശേഷതയുള്ള വാഹനം, അതാണ് വിവാഹം. അപ്പോ ഓരോന്നിനും അർത്ഥമുണ്ട്. വേദന, നിങ്ങൾക്കറിയാമോ വേദന എന്നുള്ളതിന്റെ അർത്ഥം എന്താന്ന്? വേദ എന്നാൽ സംസ്കൃതത്തിൽ അറിവ് എന്നാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. വേദം അറിവ്. ന എന്നാൽ സംസ്കൃതത്തിൽ ഇല്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേദന എന്ന് പറഞ്ഞാൽ അറിവില്ല എന്നാണ്. എന്താ വേദന? ആ വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്തതാ വേദന. അങ്ങനെയാണെങ്കിൽ സിംഹാസനം. എന്താ സിംഹാസനം? സിംഹം അധികം ആസനം സമം സിംഹാസനം. എന്താ സിംഹം? രാജാക്കന്മാർ ഇരിക്കുന്ന കൈത്താലത്തിൽ ബാലസിംഹങ്ങളെ കൊത്തിപ്പണത പുറകോട്ട് ചാരിയ ഇരിപ്പിടങ്ങൾക്കാണ് സിംഹാസനം എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കുന്നു, അങ്ങനാണെങ്കിൽ ഈ എഴുതിയ വചനം ശ്രദ്ധിക്കണം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു, വയോധികനായ ഒരുവനിരുന്നു, അവന്റെ സിംഹാസനം. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? സ്വർഗത്തിന്റെ ഒരു കോണിൽ വായിൽ താമ്പൂല മിശ്രിതവും കൊണ്ട് കട്ടിക്കണ്ണാടിയും വെച്ച് ഇടയ്ക്കിടയ്ക്ക് താമ്പൂല മിശ്രിതം ആട് ചവയ്ക്കുന്നത് പോലെ ചവച്ച് കട്ടിക്കണ്ണാടി വെച്ച് പത്രവും പൊക്കി പിടിച്ചു കിടന്ന് ഉറങ്ങുന്ന പൊട്ടൻ മുതുക്കന പൂപ്പനല്ല ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. അവൻ ഇതുവരെ കസേര ഒഴിഞ്ഞിട്ടില്ല. ഇത്രയും ദൈവമക്കൾ ഇവിടെ നിന്ന് സ്തോത്രം പറഞ്ഞ് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ കരം ചരിത്രത്തിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ടെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി ഇവിടുന്ന് കരമടിച്ചുകൊണ്ട് പറയണം, ഞങ്ങൾ വിശ്വസിക്കുന്നു, ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ട്. ദൈവത്തിന് മഹത്വം എന്ന് കരമടിക്കാൻ പറ്റുമോ? കരമടിക്കാൻ പറ്റുമോ? ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടാൽ ജീവിക്കുന്ന ദൈവം ഇല്ലെന്നുള്ള. പിന്നെ വേറൊരു വിഷയമുണ്ട്, കള്ളൻ ഏറ്റവും ഇഷ്ടം പോലീസ് ഇല്ലെന്ന് കേൾക്കുന്നതാ, അല്ലേ? അതുപോലെ തട്ടിപ്പും വെട്ടിപ്പും വളപ്പും വഞ്ചനയും വക്രതയും പൂഴ്ത്തിവയ്പും വ്യഭിചാരവും ദുർമാർഗവും കൊള്ളയും കാട്ടുന്ന ദുഷ്ടന്മാർക്ക് ഏറ്റവും ഇഷ്ടം ദൈവം ഇല്ലെന്ന് കേൾക്കുന്നതാ. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉറപ്പോടെ വിളിച്ചു പറയുന്നു, നിങ്ങൾ അവഗണിച്ചാലും പരിഗണിച്ചാലും ജീവിക്കുന്ന മഹാദൈവത്തിന്റെ സിംഹാസനം ഉയരത്തിലുണ്ട്. തെളിയിക്കാം. ജീവിക്കുന്ന ദൈവമുണ്ടോ? തെളിയിക്കാം. പ്രിയരെ, എന്റെ വാത്സല്യ സഹോദരങ്ങളെ, എന്റെ ഈ പോക്കറ്റിൽ കിടക്കുന്ന പേന ഇത് 2 വട്ടം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ? ഇത് 2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. യമുനാ നദിയുടെ തീരത്ത് ഷാജഹാൻ മുംതാസ് മകളിന്റെ സ്മരണയ്ക്കായി ഉയർത്തിക്കെട്ടിയ ആ പ്രേമകുടീരമില്ലേ, ദൈവത്തിന് സ്തോത്രം, താജ്മഹൽ, അത് 2 വട്ടം ഉണ്ടായിട്ടുണ്ട്. ആദ്യം എപ്പോഴുണ്ടായി? ഒരു ചിന്തകന്റെ ഒരു ആർക്കിടെക്റ്റിന്റെ മനസ്സിൽ രൂപം കൊണ്ടു. രണ്ടാമത് അത് തറയിട്ട് പണിതപ്പോൾ നിർമ്മാണത്തിൽ രൂപം കൊണ്ടു. ഇത് ഒരു പ്ലാനറിന്റെ മനസ്സിൽ ഡിസൈൻ ചെയ്തത് ആദ്യം മനസ്സിൽ രൂപം കൊണ്ടു. രണ്ടാമത് ഇത് കമ്പനിയിൽ രൂപം കൊണ്ടു. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഈ ഗ്ലാസ് മുതൽ ഈ മൊബൈൽ മുതൽ സകലത്തിനും 2 സംവിധാനമുണ്ട്. ആദ്യം ഒരു വ്യക്തിയുടെ മനോമുകുരത്തിൽ രൂപം കൊള്ളുന്നു. രണ്ടാമതൊരു യാഥാർത്ഥ്യമായി ഇവിടുത്തെ ദൈവത്തിന് പാലങ്ങളാകട്ടെ, ബഹുനില ബംഗ്ലാവുകളാകട്ടെ, എന്തിനും 2 നിർമ്മാണമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ നിർമ്മാണം ഏതാണെന്നറിയാമോ? 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുകയും 2 കൈകൾ സർവതന്ത്ര സ്വതന്ത്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രകൃതിയിലെ ചിന്തിക്കുന്ന ജന്തുവായ നിന്റെ ശരീരത്തിന്റെ നിർമ്മാണമാണ് ഏറ്റവും വലിയ നിർമ്മാണമെങ്കിൽ ഇതിന്റെ പുറകിൽ ഒരു ഡിസൈനർ ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കള് കൈകെട്ടി വാപൂട്ടി അനങ്ങാമ്പാറ നയത്തിൽ ഹിമാലയ പർവ്വതത്തിൽ മുനി ഇരിക്കുന്നത് പോലെ ഇരിക്കില്ല. ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് 1 സെക്കൻഡ് സ്വന്തം ശരീരത്തെ കുറിച്ച് ഒന്ന് ധ്യാനിച്ചാൽ ശബ്ദം ഉയർത്തി പറയും, ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, 335 ഗ്രാം തൂക്കം, മുഷ്ടിയുടെ വലിപ്പം, ഹാർട്ട് എന്ന ഒരു കൊച്ചു പമ്പേ ഇടനെഞ്ചിരുന്ന് ഇടപെടാതിരിക്കുന്നത് കൊണ്ടല്ലേ ഇവിടുന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? 1 മിനിറ്റിൽ 72 തവണ, ഒരിടിപ്പിൽ 2.5 ഔൺസ് രക്തം, 25,000 കോടി നാഡീ കോശങ്ങളും 15,000 ഇന്നർ ക്രോസ് കണക്ഷനുമുള്ള 1.5 കിലോ ഭാരമുള്ള നമ്മുടെ തലച്ചോറ്. ദൈവത്തിന് സ്തോത്രം. 25,000 നാഡീ കോശങ്ങൾ. രാജുമേത്ര എണ്ണിയച്ച് പറയുന്നതല്ല, ശാസ്ത്രഗ്രന്ഥത്തിലുള്ളതാണ്. ഇത്രമാത്രം വയറിംഗ് സിസ്റ്റമുള്ള അതിനകത്തെ ഒരു ചെറിയ ക്ലോട്ട് എന്ന ഒരു മുട്ടുസൂചിയുടെ അറ്റത്തിന്റെ വലിപ്പത്തിൽ വീണാൽ
സ്തോത്രം എന്ന് മൊത്തം പറയത്തില്ല, ശോഷരം എന്നേ വരൂ. വാക്ക് സ്ഫുടതയോടെ ഉപയോഗിക്കാൻ നിന്റെ നാവിന് ബലം തന്ന ദൈവത്തിന്റെ കരുതൽ ഓർത്താൽ ഇന്ന് രാത്രിയിൽ തെർമോമീറ്ററും കടിച്ചു പിടിച്ച് ഡോക്ടറിന്റെ മുൻപിൽ രോഗി ഇരിക്കുന്നത് പോലല്ല, ഇരിക്കുന്ന ഇരിപ്പിൽ ആരോഗ്യത്തോടെ ആയുസിന്റെ മേൽ കരം വെക്കാൻ മരണദൂതനെ അനുവദിക്കാഞ്ഞ എന്റെ ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം, ഇതിന്റെ പുറകിൽ ഒരു ഡിസൈനർ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരിടിപ്പിൽ 2.5 ഔൺസ് രക്തം 1 മിനിറ്റിൽ 72 തവണ, ശ്രദ്ധിച്ച് കാൽക്കുലേറ്റ് ചെയ്തു, 1 മിനിറ്റിൽ 72 തവണ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എത്ര തവണ ഇടിക്കും? അങ്ങനെയാണെങ്കിൽ ഒരു രാത്രിയിൽ എത്ര തവണ ഇടിക്കും? 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു അപ്പച്ചൻ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ 250 കോടി വട്ടം ഇപ്പൊ ഇടി കഴിഞ്ഞു. ഒരു വട്ടമല്ല, 250 കോടി വട്ടം. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഓരോ മിടിപ്പിലെയും പമ്പിങ്ങിന്റെ ഭീകരതയാ. ഭൂമിയെ 2 വട്ടം ചുറ്റാനുള്ള ദൈർഘ്യമുള്ള നേർവിലൂടെ നോൺ സ്റ്റോപ്പ് പമ്പിങ് നടക്കുക. കഴിഞ്ഞ രാത്രി നീ ഗാഠമായി ഉറങ്ങിയപ്പോഴും നിന്റെ ഇടനെഞ്ചിൽ ചലനം നിലയ്ക്കാതെ നിർത്തിയ ഈ ഡിസൈനറിന്റെ പരമബുദ്ധി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചാൽ ബുദ്ധികെട്ടവന് മാത്രമേ കണ്ണടയ്ക്കാൻ പറ്റൂ. അല്ലാത്തവൻ ശബ്ദമുയർത്തി പറയും, ഇതിന്റെ പുറകിൽ ഒരു ഡിസൈനർ ഉണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നമുക്കെല്ലാവർക്കും തലയിൽ തലമുടിയുണ്ട്. എന്നാൽ തലമുടിക്കിടെ കൂടെ മൂക്കിന്റെ ദ്വാരം മുകളിലേക്കില്ല. ഉണ്ടോ? ആർക്കുമില്ല. മൂക്ക് സാധാരണ കുടയോടെ കീഴോട്ടാണ് ഇരിക്കുന്നത്. കുടയോടെ താഴോട്ട് മൂക്കിരിക്കുകയും തലമുടി മുകളിൽ മൂടിയിരിക്കുകയും ചെയ്യുന്നു. ഫാക്ടറിയിൽ സാധാരണ പോക്കുഴൽ എങ്ങോട്ടായിരിക്കുന്നത്? കീഴോട്ടല്ലല്ലോ, മുകളിലോട്ടല്ലേ. കാർബൺ ഡയോക്സൈഡിനെ ഓക്സിജനെ ഉൾക്കൊണ്ടതിന് ശേഷം പുറന്തള്ളുന്ന ഈ പൈപ്പിനെ മാത്രം 2 ദ്വാരങ്ങളെ കുടയോടെ കീഴോട്ട് വെച്ച് തന്നെ പറയാം. ഒരു വേള ഇത് മുകളിലോട്ട് ദ്വാരം പോലെ ഇരുന്നിരുന്നെങ്കിൽ ഒരു പെരുമഴയത്ത് കുടയില്ലാതെ ഇറങ്ങിപ്പോയാൽ വെള്ളം എങ്ങോട്ടിറങ്ങും? മനസ്സിലായില്ല. അപ്പം വെള്ളം കീഴോട്ടിറങ്ങും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മൂക്കിനെ കുടയോടെ താഴോട്ട് വെച്ചതൊരു പരമബുദ്ധിയല്ലേ? ആ പരമബുദ്ധിയായി ഇന്ന് രാത്രി ഞങ്ങൾ ജീവിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, നാസാരന്ധ്രം, മൂക്ക്, ഗന്ധമറിയുന്ന സാധനം കൂടാണല്ലോ. അതുമായിട്ട് വായിക്ക് എന്നെ അകലമുണ്ട്. സ്തോത്രം. വായ അന്നനാളത്തിലേക്ക് തുറക്കുന്ന എൻട്രൻസ് ഇല്ലേ, ഇത് തമ്മിൽ അടുപ്പിച്ചു വെച്ചത് ആരാ? ഒരു അർത്ഥത്തിൽ മൂക്ക് ഇവിടെ ഇരിക്കുകയും വായ് മറ്റൊരിടത്ത് ഇരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നേനും ഗതി? മഹാഗതികേടായേനെ. ഒരു വളിച്ച പോണ്ട നിങ്ങളുടെ കൈ കിട്ടി. കഴിക്കാൻ വായോട് അടുപ്പിക്കുന്ന സമയം മൂക്ക് പറയും കേറ്റി വിടരുത്, വളിച്ചതാണ്. അപ്പൊ ഗന്ധം അറിഞ്ഞുകൊണ്ട് വയറ്റിലോട്ട് പോകുന്നതിനെ വിലക്കത്തക്ക വിധത്തിൽ ഇത് സിസ്റ്റമായി ചെയ്ത ഒരു പരമബുദ്ധി ഇതിന്റെ പുറകിലില്ലേ? ആ പരമബുദ്ധിയാ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ജീവിക്കുന്ന ദൈവമെന്ന് പറയുന്നത്. അവർ ഉയരത്തിൽ സിംഹാസനത്തിലുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി ലജ്ജ കൂടാതെ ശബ്ദമുയർത്തി പറയണം, ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ട് പ്രിയരേ. അങ്ങനെയാണെങ്കിൽ അന്തിമം ഒരു വിധി വരുന്നു. പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രയോഗം ശ്രദ്ധിക്കണം. മരിച്ചവർ ആബാലവൃദ്ധം എന്ന് വെളിപ്പാട് പുസ്തകം 20 പറയുന്നു. ദാനിയേൽ പ്രവചനം പറയുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുവൻ ഇരുന്നു. അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. തീ കൊണ്ട് തീർത്തൊരു സിംഹാസനം. ഇന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിക്കാമോ? ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ടെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ശബ്ദം ഉയർത്തിയെന്ന് വാ തുറന്ന് പറഞ്ഞ് ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ട്. ഈ രാത്രി പരിശുദ്ധാത്മ നിയോഗത്തോടെ പറയാം, കുഞ്ഞാർജ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവവൈതലേ, നിനക്കെതിരെ ആര് കരമുയർത്തിയാലും നിന്റെ കവിൾത്തടങ്ങൾ നനഞ്ഞൊഴുകുമ്പോൾ നടപടിയെടുക്കാൻ കഴിവുള്ളൊരു സർവാധികാരിയുടെ കരം നിന്റെ ജീവന്റെ പുറകിൽ ചലിക്കുന്നത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, എനിക്ക് വേണ്ടി വ്യവഹരിക്കുന്ന ഒരു ദൈവകരം ഈ ഗ്രൗണ്ടിന്റെ പുറകിൽ ഞാൻ ആത്മാവിൽ കാണുകയാണ്. യേശുവിന്റെ ദൈവതേജസ്സിന്റെ മേഘം ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ
കരം ചില വ്യക്തികളെ തൊടുന്ന രാത്രിയാണ്. ആ ഗ്രഹാം സ്റ്റൈൽസും പിഞ്ചു കുഞ്ഞുങ്ങളും വണ്ടിക്കകത്ത് കിടന്നുറങ്ങുമ്പോൾ അവരുടെ ദേഹത്തോട്ട് എണ്ണയെടുത്തൊഴിച്ചിട്ട് തൃശൂലം കൊണ്ട് അവരെ വണ്ടിക്കകത്തോട്ട് കുത്തി മലത്തിയ നരാധമന്മാർ വാഴുന്ന മണ്ണിൽ ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചെങ്കിലും അധികം താമസിക്കാതെ പ്രകൃതിയെ കൊണ്ട് ആ മണ്ണിനോട് കണക്ക് തീർക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം ആ സ്ഥലത്ത് തന്നെ ഉയർന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ മയക്കുമരുന്ന് മാഫിയ കേന്ദ്രമായ മയാമിയെ പിടിച്ചു കുലുക്കാൻ ഒരു പ്രകൃതിയെ അനുവദിച്ച ദൈവമാണ് നാം സേവിക്കുന്ന ദൈവത്തിന്റെ തേജസ്സിന്റെ കരമെങ്കിൽ എയ്ഡ്സ് തുടക്കം കുറിച്ച ഹെയ്ത്തിയിൽ 65,000 കൂട്ടിയിട്ട് ശവമടക്ക് നടത്തത്തക്ക വിധം പ്രകൃതിയെ കൊണ്ട് ആ മണ്ണിനോട് ദൈവം കണക്ക് തീർത്തെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ മറക്കരുത്, അവന്റെ കരം ചരിത്രത്തിൽ ചലിക്കുന്നുണ്ട്. അവൻ ഉറങ്ങുകയല്ല. ഇത്രയും ദൈവമക്കൾ ഇവിടെ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീതിയോടെ വിധിക്കുന്ന ആ കരം ചരിത്രത്തിന്റെ വിധി നിർണയിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, മരിച്ചവർ ആ ബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ മരണശേഷം ചത്ത പിന്നെ തല തെക്കോ വടക്കോ എങ്ങോട്ടിരുന്നാൽ എന്താ ഉപദേശി? കുഞ്ഞെ, ചത്ത് കഴിഞ്ഞ് കഥ അവസാനിക്കല്ല, ചത്ത് കഴിഞ്ഞ് കഥ തുടങ്ങുകയാണ്. സ്തോത്രം. ചോരക്കുടം പോലൊരു കൊച്ചു കുഞ്ഞ് മലമൂത്ര വിസർജാദികൾ അണിഞ്ഞുകൊണ്ട് പഴംതുണി കീറ്റ് ധരിച്ച് പാളയ്ക്കകത്ത് രംഗത്ത് വരുന്ന ഇതാദ്യം ഒന്നാമത്തെ അഭിനയ രംഗം. പന്തും പടവും പമ്പരവും കറക്കി കളിച്ച് ചാടി കളിയോടിയാടി രംഗത്തിതാ വരുന്നൊരു കൊച്ചു പയ്യൻ. രണ്ടാമത്തെ അഭിനയ രംഗം. എന്നിട്ട് പുള്ളി 2-3 ചോദ്യം ഈ തലയോടിനോട് ചോദിക്കുക. ആണായിരുന്നോ പെണ്ണായിരുന്നോ? കറുത്തതായിരുന്നോ വെളുത്തതായിരുന്നോ? ഏത് തറവാട്ടി പിറന്നതാ? എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? സ്തോത്രം. എങ്ങനാ മരിച്ചേ? ശവമടക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എന്നിട്ട് മുഖത്തോട്ട് ആ സ്കള്ളിന്റെ ഭാഗത്തോട്ട് ചൂണ്ടിക്കൊണ്ടൊരു പാട്ടുപാടി. തിലകം ചാർത്തി ചീകിയും അഴകായി പലനാൾ പോറ്റിയ പുണ്യ ശിരസേ എന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി യോഗത്തിന് വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കണ്ണാടിയിൽ നോക്കിയ ഭാഗം കാലിന്റെ ഭാഗമല്ല, ഇത്രയും ഭാഗമാണ്. അപ്പോൾ അത്രയും ഭാഗത്തെ ഈ അസ്ഥികൂടത്തിന്റെ സ്കള്ളിനെ കണ്ടിട്ട് പറയാ, തിലകം ചാർത്തി ചീകിയും അഴകായി പലനാൾ പൊറ്റിയ പുണ്യ ശിരസേ, ഉലകം വെല്ലാൻ ഉഴറിയ നീയോ വിലപിടിയാതൊരു തലയോടായോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കൂടപ്പറപ്പേ, ഇതുകൊണ്ട് കഥ കഴിഞ്ഞെങ്കിൽ സാരമില്ലായിരുന്നു. എന്നാൽ എൻ്റെ കയ്യിൽ നിൽക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു, ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു, ലാസറും മരിച്ചു. മരണശേഷം ധനവാൻ പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ ലാസർ അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിക്കുന്നെങ്കിൽ കാണാൻ കഴിയുന്ന കണ്ണും കേൾക്കാൻ കഴിയുന്ന ചെവിയും രുചിക്കാൻ കഴിയുന്ന വായും അനുഭവിക്കാൻ കഴിയുന്ന ശരീരവും ഇവിടെ മാത്രമല്ല, തീയുടെ ജ്വാല അനുഭവിക്കുന്ന ഒരു പീഡന സ്ഥലവും വെള്ളം കുടിക്കാൻ കൊതിക്കുന്ന ഒരു നാവും അബ്രഹാം പിതാവിനോട് സംസാരിക്കാൻ കഴിയുന്ന നാവും അബ്രഹാമിന്റെ മറുപടി കേൾക്കാൻ കഴിയുന്ന ചെവിയും പീഡയ്ക്കകത്തുണ്ടെങ്കിൽ അംഗീകരിച്ചാലും അവഗണിച്ചാലും സത്യമായി പറയട്ടെ, കല്ലറ അവസാനമല്ല, ഇത് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ നിത്യത പ്രാപിക്കാൻ ഈ രാത്രി നീ ഒരുങ്ങിയാൽ നീ ധന്യനായി. ഗ്ലോറി ഗ്ലോറി. ശബ്ദം ഉയർത്തിയ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കണം. രക്ഷപ്പെടുത്താൻ എൻ്റെ കൂടെപ്പിറപ്പെ ആരെ കൊണ്ട് സാധ്യമല്ല. നിങ്ങൾക്കറിയാമോ, പോപ്പിന്റെ നിര്യാണാനന്തര പുത്തൻ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതിന്റെ തിരക്കിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു വിഭാഗം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കിരീടത്തിൽ ഒരു പ്രയോഗമുണ്ട്, പൊന്തിഫിക്സ് മാക്സ്. എന്താണ് പ്രയോഗത്തിന്റെ അർത്ഥം? പാലം തീർക്കുന്നവൻ. എന്താ പാലം? നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പാലം. കുർബാനയിലൂടെ, മധ്യസ്ഥതയിലൂടെ, ഓർമ്മ പെരുന്നാളുകളിലൂടെ മരിച്ചു മൺമറഞ്ഞ് ബസ്പുർഖാനയിൽ പീഡയനുഭവിക്കുന്ന ആത്മാക്കളെ പറുദീസയിൽ എത്തിക്കാൻ കഴിയുന്ന പാലം തീർക്കുന്ന വ്യക്തി. എന്നാൽ ഈ രാത്രി പറയട്ടെ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ജീവന്റെ വചനത്തിൽ എൻ്റെ രക്ഷകൻ ഉറപ്പായി പറഞ്ഞു, അബ്രഹാം പിതാവിന്റെ വായായി, ഇവിടെ നിന്ന്
അങ്ങോട്ട് വരുവാനോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാനോ പറ്റില്ല. ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിൽ ഒരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നെങ്കിൽ സ്ഥലം മാറ്റമില്ലാതെ കല്ലറയോട് കൂടെ നിന്റെ ഭാവി നിശ്ചയിക്കുന്ന മരണദിനം കൺമുൻപിലുണ്ട് എന്ന് ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ഈ വചനത്താൽ ഉറപ്പിച്ചു പറയുന്നു, ഇന്ന് ഈ ഗ്രൗണ്ട് വിടുന്നതിന് മുൻപ് നിന്റെ നിത്യത ഉറപ്പിച്ചേ പോകാവൂ. ഗ്ലോറി. ഒന്ന്, മരണാനന്തരം ശരീരരഹിതമായി ആത്മാക്കൾക്ക് അമർത്യതയുണ്ടോ? പുനരുത്ഥാനം സത്യമാണോ? ശരീരത്തിന്റെ പുനരുത്ഥാനത്തിനും മരണത്തിനുമിടയിൽ ആത്മാക്കൾ വിശ്രമിക്കുന്ന സ്ഥലം എവിടെയാണ്? ഞാൻ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം, പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ എന്നോടൊപ്പം ഒന്ന് സ്തോത്രത്തോടെ കേൾക്കണം. കല്ലറയ്ക്കപ്പുറത്ത് എനിക്കൊരു നിത്യതയുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ അക്കാര്യമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്തേ. ഒന്നുകൂടെ ശബ്ദം ഉയർത്തി, ഒന്നുകൂടെ ശക്തിയോടെ, ഒന്ന് വാ തുറന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞ് നിത്യത. ദൈവത്തിന് സ്തോത്രം. അതിനൊരു ഒരു ശക്തിയില്ലായിരുന്നല്ലോ, ആ ഭാഷയ്ക്കൊരു പ്രയോഗത്തിൽ ശക്തിയില്ലായിരുന്നല്ലോ. സ്തോത്രം. ഇന്ന് രാത്രി പറയട്ടെ, നിത്യത പ്രസംഗിക്കപ്പെടുന്നില്ലെങ്കിൽ പ്രഭാഷണ വേദി തകർക്കപ്പെടുകയാണ്. നിത്യതയ്ക്ക് പ്രാധാന്യം നൽകാത്ത പ്രസംഗകൻ നരകത്തിലേക്കുള്ള ഇറക്കത്തിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. എന്നാൽ ഈ രാത്രി സ്വർഗത്തിലേക്കുള്ള കയറ്റത്തിൽ നിന്ന് പ്രസംഗിക്കാൻ കൃപ ലഭിച്ച അഭിഷിക്തന്മാർ ആത്മാവിൽ പറയുന്നു. സുവിശേഷ പ്രസംഗത്തിന്റെ ഹൃദയം യേശുക്രിസ്തുവിന്റെ കാൽവറിയും, സുവിശേഷത്തിന്റെ തലച്ചോറ് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുവുമാണെങ്കിൽ അതിന്റെ ലക്ഷ്യം നിത്യതയാണ്. ദൈവത്തിന് സ്തോത്ര. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ക്ഷണികമല്ല ഈ കൊച്ചായുസ്. ഇത് എത്രയും വേഗം തീരും. ജനനം എന്ന 3 അക്ഷരത്തിനും മരണം എന്ന 3 അക്ഷരത്തിനുമിടയിൽ ജീവിതം എന്ന ഈ 3 അക്ഷരം അതിവേഗം അസ്തമിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു 25-30 ലോകത്തിൽ നാമുക്കൻ നോർക്കുക നീ, വിട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്നു തോന്നുന്ന സകലമടിച്ചു പാടാമോ? ഓ വീടുമില്ലാരുമിൽ ഒന്നുമില്ലേ ലോകത്തിൽ നമുക്ക് നോക്കുക നീ, ഓ വീട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്നു തോന്നുന്ന സകലത്തെയും ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമോ ഈ ദിനം ആരറിഞ്ഞു? ഓ വിശ്രമവാസത്തിലാകുമോ നാം ഏതിനും ഒരുങ്ങുകന്നാത്മാവേ. എന്തായിരുന്നു പഴയ പാട്ടിന്റെ പല്ലവികൾക്കകത്ത് തുടിച്ചു നിന്നത്? നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. ലോകത്തിൽ എനിക്കില്ല യാതൊന്നും, എന്റെ കൂടങ്ങു പോരൂ. എങ്ങനെയുണ്ടായിരുന്നു പാട്ടിന്റെ സ്വഭാവം? എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകും. ശബ്ദം ഉയർത്തിക്കേ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകും. മേലിലേറുശലേമെന്നെ കാത്തുകൊള്ളുവാൻ ഒരുങ്ങിത്തൻ, മേലിലേറുശലേമെന്നെ കാത്തുകൊള്ളുവാൻ ഒരുങ്ങിത്തൻ, ശോഭയേറും വാതിലുകൾ എനിക്കായിട്ടുയർത്തുമ്പോൾ എന്റെ സമ്പത്ത് ആമേൻ അക്കാരമൊന്ന് ഉയർത്തി യുദ്ധന മുഖത്ത് സമർപ്പിച്ചു. ഇതൊക്കെ പാടി ആരാധിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് എത്ര കാലമായി? ദൈവത്തിന് സ്തോത്രം. ഇവയിൻ ധ്യാനം മാത്രമേ
കരളിനരുളും ആനന്ദം ഇവയിൻ ധ്യാനം മാത്രമേ. കരളിനരുളും ആനന്ദം ഇവയെ പറ്റി ഞാൻ ഇരവും പകലും പാടും ഗീതം സാനന്ദം. ഇഹത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതുതാനേ എനിക്കാലംബം. ഇഹത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതുതാനേ എനിക്കാലംബം. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ. അങ്ങനെയാണെങ്കിൽ മണ്ണിനേക്കാൾ നിത്യതയെ വലുതായി കാണാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഉറപ്പിച്ചു പറയുന്നു, മുട്ടുവേദന മാറുന്നതിനേക്കാൾ, പല്ലുവേദന പോകുന്നതിനേക്കാൾ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടെങ്കിൽ അതാണ് ധന്യത എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ഉറപ്പോടെ ഒരാൾ കൂടെ വന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു വഴിയുടെ കവാടത്തിലെത്തി. എന്നോട് കൂടെ വന്നയാളിനെ അകത്തേക്ക് വിളിച്ചു. എന്നോട് മടങ്ങിപ്പോകൂ എന്നൊരു ശബ്ദം കേൾക്കായി വന്നു. ഞാൻ യാന്ത്രികമായി മടങ്ങി വന്ന് ഈ ശരീരത്തിൽ പ്രവേശിച്ചു. നിങ്ങൾക്കറിയാമോ, നിരീശ്വരവാദിയായ ഈ ദൈവാസ്തിക്യ നിഷേധിയുടെ ചിന്തയ്ക്ക് ചിറക് വെച്ചു. അദ്ദേഹം അന്വേഷണം ആരംഭിച്ചു. അദ്ദേഹം ക്യാൻസർ വാർഡുകളിലും മറ്റും നടത്തിയ പരീക്ഷണ ഗവേഷണ നിരീക്ഷണങ്ങൾക്കൊടുവിൽ അദ്ദേഹം പുറത്തിറക്കിയ പുസ്തകത്തിന്റെ ഒടുവിലത്തെ പേജിൽ താൻ ഇങ്ങനെ കുറിച്ചു: കിട്ടിയിടത്തോളം തെളിവുകൾ അപഗ്രഥിച്ച് ഞാൻ പറയുന്നു, മരണം അന്ത്യമല്ല, അത് മറ്റൊരു ലോകത്തിലേക്ക് കയറുന്ന വാതിലാണ്. എന്റെ കൂടപ്പിറപ്പേ, നിന്റെ മരണം സംഭവിച്ചാലും നിന്റെ ആസ്തിക്യം അവസാനിക്കില്ല എന്ന് യേശു പഠിപ്പിച്ചത് സത്യമാണ്. ഇന്ന് രാത്രി ചോദ്യം, നിന്റെ നിത്യത നീ എവിടെ ചിലവഴിക്കും? ഞാൻ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്നതിൽ പ്രത്യാശ അകത്ത് തിളയ്ക്കുന്ന ദൈവമക്കളോട് ആത്മാവിൽ പറയാം, കല്ലറയ്ക്കിപ്പുറത്തുള്ളതിനേക്കാൾ കല്ലറയ്ക്കപ്പുറം കാണാൻ ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണ് തുറന്നാൽ നിങ്ങളുടെ ബന്ധനം അഴിയുന്ന രാത്രിയായിരിക്കും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ കൺമുൻപിലേക്ക് മർരൂപമലയിൽ പത്രോസും യാക്കോബും യോഹന്നാനും നോക്കി നിൽക്കെ, ദൈവത്തിന് സ്തോത്രം, മുൻപിലേക്ക് ഒരിക്കൽ മരിച്ചു മൺമറഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് വന്ന മോശ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് പരിചയപ്പെടുത്തലില്ലാതെ ദൈവത്തിന്റെ ദാസന്മാർ കണ്ടിട്ട് ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ എന്ന് നേരിട്ട് പറഞ്ഞ സത്യമാണെങ്കിൽ, മരിച്ചു മൺമറഞ്ഞ് വാങ്ങിപ്പോയ വിശുദ്ധന്മാരെ നിത്യതയുടെ തീരത്ത് നമ്മൾ ആളത്വപരമായി നേരിട്ട് കാണുമെന്ന് ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ഈ രാത്രി ശബ്ദമുയർത്തി പറയുന്നു, നിന്റെ നിത്യത ഉറപ്പാക്കിയാൽ നീ ധന്യനായി, അല്ലെങ്കിൽ നീ അനർത്ഥത്തിലേക്ക് നീങ്ങുകയാണ്. വാത്സല്യ സഹോദരങ്ങളെ, ഇത് തെളിയിക്കാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഈ ജഡ്ജി ആരാണ്? ഈ ഇരിക്കുന്ന ജഡ്ജി. മരിച്ചവർ ആ ബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ജഡ്ജിയുണ്ട്. ആ ജഡ്ജി സോക്രട്ടീസ് അല്ല, ആ ജഡ്ജി പ്ലേറ്റോ അല്ല, ആ ജഡ്ജി അരിസ്റ്റോട്ടിലല്ല, ആ ജഡ്ജി ലോകം കണ്ട മതസ്ഥാപകന്മാരോ രാഷ്ട്രമീമാംസകന്മാരോ ആരുമല്ല. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ ജഡ്ജിയാകാനുള്ള അധികാരം അവന് നൽകിയിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ, മാനവ കുലത്തിൽ നിന്ന് കല്ലറയ്ക്കപ്പുറത്ത് ഉയർത്തെഴുന്നേറ്റ് വന്ന് ചരിത്രം തുടരുന്ന ഒരുവനെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശു അല്ലാതെ മറ്റൊരാളുമില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഉറപ്പിച്ചു പറയുന്നു. വെളിപ്പെടാൻ തുടങ്ങുന്ന ദൈവകോടതിയിലെ ജഡ്ജി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശു. നിങ്ങൾക്കറിയാമോ, ഈ രക്ഷകനെ എന്റെ സ്വന്തമാക്കാൻ ഭാഗ്യം കിട്ടിയാൽ മരണത്തിന് പോലും എന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് ബോധ്യമുള്ള ദൈവമക്കളെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഈ രക്ഷകനെ സ്വന്തമാക്കാൻ ഭാഗ്യം കിട്ടിയാൽ ഇന്ന് രാത്രി സ്വർഗം ഈ ഗ്രൗണ്ടിനും ഇത് തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. കർത്താവിന്റെ കരം ചില വ്യക്തികളെ തൊടാൻ തുടങ്ങുന്ന രാത്രിയാണ്. എൻ്റെ നാഥന്റെ കരം ചില പ്രിയപ്പെട്ടവരെ വിടുവിച്ചെടുക്കാൻ ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പിൻപിലിരിക്കുന്ന സകല അഭിഷിക്തന്മാരും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. ദമസ്കോസിന്റെ പടിവാതിക്കൽ തേജസ്സിന്റെ പ്രഭയിൽ ഇറങ്ങി വന്നിട്ട്
മുള്ളിന് നേരെ ഉതയ്ക്കുന്നത് നിനക്ക് നന്നല്ല എന്ന് അരുളി ചെയ്ത രക്ഷകൻ ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടെന്നും ചില വ്യക്തികളെ മരണകൂപത്തിലേക്ക് സാത്താൻ വലിച്ചിഴച്ചുകൊണ്ട് പോകുമ്പോൾ ആ കെട്ടിനെ ഇന്ന് രാത്രി അഴിച്ചു മാറ്റാൻ അവരുടെ മേൽ യേശുവിന്റെ കരം ബലത്തോടെ വ്യാപരിക്കുന്നെന്നും ആത്മാവിൽ തിരിച്ചറിയുന്ന അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ചില മിനിറ്റുകൾ ആത്മാവിൽ പോരാടുന്ന പ്രിയപ്പെട്ടവരുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. ഈ രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് അഭിപ്രായമല്ല, വചനത്തിന്റെ അന്തിമ വിധിയായതുകൊണ്ട് ഈ ഗ്രൗണ്ട് ഇവിടെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആകാശമണ്ഡലങ്ങൾക്ക് മീതെ സ്വർഗം തുറന്നു നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാൻ യേശുവിന്റെ കരം സജ്ജമായിരിക്കുമ്പോൾ ചില വ്യക്തികളെ കഴുകാൻ കാൽവറി രക്തത്തിന്റെ ശക്തി ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്നെ നിത്യ നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ വാദിക്കുന്ന പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങളെ തകർക്കാൻ യേശുവിന്റെ കരം ഈ രാത്രി ഈ ഗ്രൗണ്ടിൽ ചലിക്കുമ്പോൾ അഭിഷിക്തർ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ചില വ്യക്തികളുടെ പേര് രാത്രി ജീവന്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടുന്ന രാത്രിയാണ്. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. വാ തുറന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകണം. ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ മരണത്തിന്റെ തണുത്ത കരങ്ങൾ തലോടാൻ സമയമടുത്തു വരുമ്പോൾ, അടുത്ത വർഷം ഇതുപോലൊരു കൺവെൻഷൻ നടക്കുമ്പോൾ നിനക്കിതിനകത്ത് കാണാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ ശരീരത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന അവയവങ്ങളുടെ ബലഹീനതകൾ ക്രമേണ ശക്തമായി നിന്റെ ആന്തരിക മേഖലകളെ പിടിച്ചമർത്തി നിന്നെ നരകത്തിയിലേക്ക് വലിച്ചിഴക്കത്തക്ക വിധം വാദിക്കുന്ന സാധാന്യ വ്യാപാരത്തെ ഇന്ന് രാത്രി കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ഈ ഗ്രൗണ്ടിൽ അഴിച്ചു മാറ്റിയിട്ട് നിത്യജീവന്റെ ശക്തി നിന്റെ മേൽ പകരാൻ യേശുവിന്റെ കരം ബലത്തോടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തേജസ്സിൽ യേശു ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്ന കാഴ്ച ആത്മ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. നിന്റെ ശരീരത്തിന്റെ കോശങ്ങൾ അറിയത്തക്ക വിധം ആ വിടുതൽ ഇന്ന് രാത്രി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയം. അഭിഷിക്തന്മാരെല്ലാവരും ശബ്ദം ഉയർത്തി ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ, ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിവിടെ സംഭവിക്കട്ടെ. നാളെ 4 മണിക്ക് അതിപ്രഭാതം പൊട്ടിവിടരുമ്പോൾ ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്റെ മുറിക്കകത്ത് ഇറങ്ങി വന്നില്ലെങ്കിൽ ഇതുവഴി പോകുന്ന ട്രെയിനിന്റെ മുൻപിൽ ഞാൻ തലവെച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ ഒരു സാധു സുന്ദരസിംഗ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ മുൻപിൽ യേശു വെളിപ്പെട്ടു വന്നത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ബന്ധനമഴിക്കാൻ, നിന്റെ കുടുംബം കടന്നു പോകുന്ന പ്രതിസന്ധികൾ ഇന്ന് രാത്രി അഴിച്ചു മാറ്റി നിന്റെ അകത്തെ മനുഷ്യന് ധൈര്യം പകരാൻ നീ മുങ്ങിത്താഴുന്ന മദ്യപാനത്തിന്റെ കൊടിയ കടൽക്കട്ടുകളെ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിക്ക് ഇന്ന് രാത്രി അഴിച്ചു മാറ്റാൻ കഴിയും. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ചില വ്യക്തികളുടെ മരണബന്ധനം സ്വർഗം അഴിക്കുന്ന രാത്രിയാണ്. നിത്യ നരകം ഈ രാത്രി വഴിമാറുകയാണ്. യേശുവിന്റെ കരം ചില വ്യക്തികളെ തൊടുകയാണ്. ഞാൻ രാത്രി ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയട്ടെ, ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു എന്റെ സ്നേഹ സഹോദരൻ കഴിഞ്ഞൊരു ദിവസം അത്തിക്കയമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ശവമടക്ക ശുശ്രൂഷയിൽ പ്രസംഗിച്ച് ചിറങ്ങുമ്പോൾ എനിക്കൊരു മെസ്സേജ് അയച്ചു. പാസ്റ്റർ രാജു, അഭിമാനമുണ്ട്, കുടുംബാംഗമായതുകൊണ്ട് നല്ല പ്രസംഗം, ഇരുന്ന് ചിന്തിക്കേണ്ടതാണ്, പുകഴ്ത്തലാണ്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ ഞാൻ അറിഞ്ഞത് എൻ്റെ സഹോദരൻ ഹാർട്ട് അറ്റാക്ക് ലോകത്തോടുകൂടെ പറഞ്ഞു. നിങ്ങൾ ഓർക്കണം, ഒരു പാനൽ ഡോക്ടേഴ്സിന് നടുവിലിരുന്ന് നെഞ്ചിന്റെ വേദനാ വിവരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത അറ്റാക്ക് നേരെ സിസ്റ്റങ്ങളിലേക്ക്, തുടർന്ന് മോർച്ചറിയിലേക്ക്, കഴിഞ്ഞ് സെമിട്രിയിലേക്ക്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ, എന്നോടൊപ്പം ഡിസ്ട്രിക്റ്റിന്റെ പ്രവർത്തനത്തിൽ സജീവ പങ്കാളിത്തം വഹിച്ച പ്രിയപ്പെട്ടവൻ, ഞാൻ രാവിലെ സമയം ഒരു സൈക്ലിങ്ങിനായി പെരുവഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആളുകൾ ഓടുന്നു. ചോദിച്ചു, ഇവിടെ പോവുക? സണ്ണി ബ്രദർ മരിച്ചു പാസ്റ്റർ. തലേ ദിവസവും കണ്ട് ആരോഗ്യത്തോടെ സംസാരിച്ചതാ. എന്ത് പറ്റി? രാവിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റു, ഭാര്യയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു, ഭർത്താവും പ്രാർത്ഥിച്ചു, ഒരുമിച്ച് പാട്ടുപാടി. ടാപ്പിങ്ങിന് പോകുന്നതിന് മുൻപ് സിറ്റ് ഔട്ടിൽ കിടന്ന സോഫയിലേക്ക് പകുതി ശരീരം കയറ്റി വെച്ച് വെറുതെ ഒന്ന് തല ചായ്ച്ചു. ഭാര്യ ചായ ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോ
വെട്ടി വിറച്ച് തണുത്ത് കിടപ്പുണ്ട്. കടന്നുപോയി. നിങ്ങൾക്കറിയാം, ഏത് കരുത്തനും ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്ന റാന്നിയിൽ പൂവന്മല എന്ന് പറഞ്ഞ സ്ഥലത്ത് കർത്തൃ ശുശ്രൂഷയിൽ അധ്വാനിക്കുന്ന ഒരു ദൈവഭൃത്യൻ വാഹനം ഓടിച്ചു വരുമ്പോൾ മണിമല എന്ന സ്ഥലത്ത് തന്റെ കൊച്ചു കുഞ്ഞിനെ തന്റെ മക്കൾ യാത്ര ചെയ്യുന്ന പുറകിലത്തെ വണ്ടിയിലേക്ക് മാറ്റിയിട്ട് ഒറ്റയ്ക്ക് ഈ അപ്പൻ ലഗേജുമായി വരുന്ന സമയം ഒന്നുറങ്ങിപ്പോയി, കണ്ണടഞ്ഞുപോയി, വണ്ടി തകർന്ന് ചിതറി, ശരീരം ചിന്ന ഭിന്നമായി പോയി. ഏത് കരുത്തനും മരണത്തിന്റെ പിടിയിലമരും. പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കുമെന്ന് സംഭവിച്ചു കേട്ടുകേഴ്വിയില്ലയോ? പഠിച്ച വിദ്യ ഒന്നുമേ ഫലപ്പെടാതെ ദേഹിയെ പരിഞ്ഞ് പിരിഞ്ഞ് പഞ്ചഭൂതമായി അഴുകി മാറി ജഡം ക്രമാൻ. ഓർക്കുക, നാം ആരും നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകമല്ല സഹോദര. നിമിഷം കൊണ്ട് വാടി വീഴുന്ന പുൽത്തണ്ടിലെ ഒരു പുഷ്പക്കൊടി മാത്രം. എന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ കാണണം എന്ന് കൊതിക്കുന്നവർ എത്ര പേരിവിടെയുണ്ട്? ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചേ. യേശുവേ എന്നൊന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചേ. എല്ലാ നാവിൽ നിന്നും യേശുവേ എന്നുള്ള പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. കാൽവറി ക്രൂശിൽ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യാഗമായി തീർന്ന ദൈവകുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന് സ്തോത്രം, കർത്തൃദാസൻ മുൻപോട്ട് കടന്നു വന്ന് ഒരു പാട്ടിന്റെ ചരണങ്ങളൊന്ന് പാടാൻ തുടങ്ങുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കണം. ആ കരങ്ങൾ എത്രത്തോളം ഉയർത്തിപ്പിടിക്കാമോ അത്രത്തോളം ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട്, എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നതോർക്കായിരത്ര കഷ്ടമേ എന്ന പാട്ടിൻ്റെ 3 ചരണങ്ങൾ ആ കരങ്ങൾ ഉയർത്തിപ്പാടുമ്പോൾ, കർത്താവെ, ഈ ദൂതിൻ്റെ മുൻപിൽ എന്നെ കൊണ്ടുവന്നത് നിത്യന്യായവിധി ഒഴിയാനാണെങ്കിൽ എൻ്റെ ജീവനെ ആത്മസമർപ്പണത്തിനായി നിന്റെ കരങ്ങളിൽ കൈമാറുന്നു എന്ന് ബോധ്യമുള്ളവർ എല്ലാവരും ചേർന്ന് ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് ചേർന്ന് പാടാമോ? 1 മിനിറ്റ് 2 കൈകളും ഉയർത്തിപ്പിടിച്ചിട്ട് ആ പ്രിയപ്പെട്ടവരോടൊപ്പം ചേർന്ന് ഒന്ന് ശാന്തമായി ഒന്ന് പാടിക്കാട്ടെ. എപ്പോഴാണ് എൻ്റെ സോദര, ഒന്ന് പാടാമോ? എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നത് ഓർക്കായിലെന്തു കഷ്ടമേ. ആമേൻ. ഇപ്പാരിൽ നിൻ ജനങ്ങൾക്ക് തൃപ്തിയില്ല, ലോകത്തെ എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു ഇപ്പാരിൽ നിൻ ജനങ്ങൾക്ക് തൃപ്തിയില്ല, ലോകത്തെ ഈ രാത്രി എന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ വേണം. നിത്യ നരകം എനിക്കൊഴിയണം. നരകത്തിലേക്ക് തള്ളപ്പെടുന്നവരുടെ സംഘത്തിലല്ല, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവനായി എനിക്ക് മാറണം എന്ന് കൊതിക്കുന്നവർ ആ കൈകൾ രണ്ടും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ചു. 200 മൈൽ ചുറ്റളവുള്ള മരുഭൂമിയിൽ അഗ്നിസർപ്പ ധ്വംസനം ഏറ്റുവാങ്ങുന്ന യഹൂദൻ മുറിവിൽ തപ്പിപ്പിടിച്ചുകൊണ്ട് ദൂരെ ഉയർന്നു നിൽക്കുന്ന പിച്ചള സർപ്പത്തിലേക്ക് കണ്ണുയർത്തുമ്പോൾ ആ നോട്ടത്തിലൂടെ വ്യാപരിക്കുന്ന ദൈവിക രോഗശാന്തി അവന്റെ സ്ഥിരകളിൽ എത്തുന്നത് സത്യമാണെങ്കിൽ, ആ 2 കൈകളും നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് വാ തുറന്ന് വിളിച്ചിട്ട്, എന്റെ നിത്യത അങ്ങയോടൊപ്പം കഴിപ്പാൻ എന്റെ ജീവനെ ഞാൻ നിങ്ങൾ തരുന്നു കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഈ ഗ്രൗണ്ടിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ കരം നിങ്ങളെ തൊടുകയാണ്. നിത്യ നരകം ഒഴിവാകാൻ കർത്താവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി ബലത്തോടെ വ്യാപരിക്കുന്നു. ആ മരണം ആത്മഹത്യയല്ല, ആ മരണം കുലപാതകമല്ല, ആ മരണം ആക്സിഡന്റ് അല്ല,
എബ്രഹാം ലിങ്കന്റെ മരണം, സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ള ഉന്നതന്മാരുടെ മരണം, അതൊക്കെ വ്യത്യസ്ത നിലകളിൽ മരിച്ചിട്ടുള്ളതാണ്. രക്തസാക്ഷികളുടെ മരണം ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. എന്നാൽ ഗോൽഗോത്തയിലെ മരണം രക്തസാക്ഷി മരണമല്ല. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശു എനിക്കായി പകരം മരിച്ചു എങ്കിൽ ഇന്ന് രാത്രി യേശുവേ നിന്റെ തിരുനിണം എന്നെ കഴുകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ കഴുകാൻ ആ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. പാസ്റ്ററെ, എനിക്ക് പ്രാർത്ഥന വേണം. ഏത് സമയത്തും നിത്യ നരകത്തിനായി കൈവിടപ്പെടുകയല്ല, യേശുവിനോടൊപ്പം നിത്യത ചിലവഴിക്കാൻ എൻ്റെ ജീവനെ ഞാൻ കർത്താവിൻ്റെ കൈകളിൽ വയ്ക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം എന്നാഗ്രഹിക്കുന്നവർ ആ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ഉയർത്തിയ കരങ്ങളോടെ നിങ്ങളെല്ലാവരും ദിവസം എഴുന്നേറ്റാട്ടെ. ഉയർത്തിയ കരങ്ങളോടൊന്ന് എഴുന്നേറ്റാട്ടെ. നമുക്കിന്ന് രാത്രി കരങ്ങൾ അടിച്ചൊന്ന് ചേർന്ന് പാടണം. ഒപ്പം ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ആ രണ്ട് കൈകളും ആ നിൽക്കുന്ന നിൽപ്പിൽ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ ഈ വേദിയിൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യയിൽ തള്ളിയിടുന്ന അഗ്നിനരകം കൺമുൻപിൽ വായ്പിളർക്കാൻ തുടങ്ങുന്ന യുഗത്തിന്റെ സന്ധിയിൽ സ്തോത്രം, അതേ നദിയിലേക്ക് ആത്മാക്കൾ കൈവിടപ്പെടുമ്പോൾ ഞാൻ കൈവിടപ്പെടരുത് എന്ന് കൊതിക്കുന്നവർ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. നിങ്ങൾ ഇരിക്കുന്നത് ടെറസിന്റെ മുകളിലാണെങ്കിലും സിറ്റ് ഔട്ടിലാണെങ്കിലും വഴിവക്കിൽ നിന്നുകൊണ്ട് കേൾക്കുകയാണെങ്കിലും ഇന്നത്തെ സ്ഥിതിയിൽ പ്രതീക്ഷിക്കാത്ത അതിഥിയെ പോലെ ഒരു ആക്സിഡന്റിന്റെ രൂപത്തിലാകട്ടെ, ദൈവത്തിന് സ്തോത്രം, ഒരു മാരക രോഗത്തിന്റെ രൂപത്തിലാകട്ടെ, ഏത് വിധത്തിലും മരണം നിന്നെ സമീപിച്ചാൽ നിത്യ നരകമാണ് നിന്നെ കാത്തിരിക്കുന്നതെങ്കിൽ നിന്നെ പോലെ അരിഷ്ടൻ മറ്റാരുമില്ല. എന്നാൽ യേശുവിനെ സ്വന്തമാക്കാൻ കൈകൊടുത്താൽ ഇന്ന് രാത്രി നിന്നെ കാത്തിരിക്കുന്ന നിത്യ നരകമല്ല, യേശുവിനോടൊപ്പമുള്ള നിത്യതയാണ്. ആ ബോധ്യമുള്ള സഹോദരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദൈവ കോടതിക്ക് മുൻപിൽ മനുഷ്യകുലം നിൽക്കേണ്ടി വരുമെന്നും സ്വർഗത്തിന്റെ ജുഡീഷ്യറിയോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നും ഞങ്ങൾ തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ ഗ്രഹിച്ച് ഈ ഉയർത്തിയ കരങ്ങളെ തേജസ്സിന്റെ കരങ്ങളിൽ കൈമാറുകയാണ്. യേശുവിന്റെ നാമം ചൊല്ലി ഈ കരങ്ങളെ ഇന്ന് രാത്രി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അഗ്നി നരകത്തിനായി കൈവിടപ്പെടേണ്ടതിന് സാത്താൻ മുഖം വെച്ചു ബന്ധിച്ചിട്ടുള്ള ചിലർ ഇന്ന് രാത്രി നിത്യജീവനായി ഇവിടെ വിടുവിക്കപ്പെടട്ടെ. യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നമുക്കെല്ലാവർക്കും കരങ്ങൾ അടിച്ചൊന്ന് ചേർന്ന് പാടണം. വീടുമില്ല, ആരുമില്ലൊന്നുമില്ലേ, ലോകത്തിൽ നമുക്കെന്നോർക്കുക നീ, വിട്ടകലും നീ ഒരു നാളിൽ ഈ ഉണ്ടെന്ന് തോന്നുന്ന സകലത്തെയും. ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമോ ഈ ദിനം ആരറിഞ്ഞു, വിശ്രമവാസത്തിലാകുമോ നാം ഏതിനും ഒരുങ്ങുക ആത്മാവേ. ഉണരുക നീ എന്നാത്മാവേ, ചേരുക യേശുവിൻ അരികിൽ നീ. രണ്ട് ചരണങ്ങൾ കരമടിച്ച് പാടിയൊന്ന് ആത്മാവിൽ ആരാധിച്ച് ഭവനങ്ങളിലേക്ക് പുറത്ത് യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ മറക്കരുത്, ഏത് സമയവും മരണം പ്രതീക്ഷിക്കാത്ത അതിഥിയെ പോലെ നിന്റെ അടുക്കലെത്തിയാൽ, നിത്യതയ്ക്കായി ഉറപ്പോടെ ഒരുങ്ങിയാൽ നീ ധന്യൻ. അല്ലെങ്കിൽ